രമേശേട്ടാ ഇവിടെ ഇങ്ങനെ ഒരു സാധനം വന്നാൽ നന്നായിരിക്കൂലേ? വളരെ നന്നായിരിക്കും വിനീത്, ഇവിടെ ഇങ്ങനെ ഒരു സാധനം. അങ്ങനെ പറഞ്ഞ് അരമണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും അതൊരു എന്താ പറയുക, ഒരു ഈ അപ്പോൾ അഭിനയിക്കുന്ന സമയത്ത് എപ്പോഴെങ്കിലും ഇപ്പം ഞാൻ നേരത്തെ എനിക്ക് ലാലേട്ടന് പല സ്ഥലത്തായിട്ട് തോന്നുന്നു, അങ്ങനെ ഒരു ഡയറക്ടർ എന്ന നിലയിലേക്ക് തോന്നിയിരുന്നു ആ ജീവിത കഥകളെല്ലാം പഠിക്കണം, അല്ല ഒരു സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ പഠിക്കേണ്ടതായി വരും. അച്ഛനിൽ നിന്നും കിട്ടിയിരിക്കുന്ന ഈ സിനിമയുടെ കഥ പറയുമ്പോൾ അച്ഛൻ പറഞ്ഞു തന്നെ എന്തെങ്കിലും ഇതും കൂടെ ചേർത്താൽ കൊള്ളാമായിരുന്നു, ശ്രീനിവാസൻ ചേട്ടൻ എന്തെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ടോ കഥ പറയുമ്പോൾ? ഇല്ല, അച്ഛൻ്റെ അടുത്ത് ഞാൻ പ്രണവിൻ്റെ അടുത്ത് ഈ കഥ പറഞ്ഞപ്പോൾ എന്താണ് പറഞ്ഞത്? ഏറ്റവും വലിയ തമാശ എന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ട് നമ്മുടെ സിനിമകളിൽ കണ്ടിട്ടുള്ള സാധനങ്ങളുണ്ടല്ലോ, ഒരു കാളവണ്ടിയൊക്കെ കൊണ്ടുവരാൻ എന്ത് കാശാണെന്നറിയോ? കുറേ ആൾക്കാരുണ്ടല്ലോ, കുറേ ആൾക്കാരല്ല, വളരെ കുറച്ച് ആൾക്കാർ അത് കണ്ടിട്ട് ഇത് ടൊവിനോ ആണോ എന്നൊക്കെ ചോദിച്ചു. ഇത് കണ്ണുപൊട്ടനാണ്. ചൂടായാലും എനിക്ക് ടെൻഷനായി. അപ്പോൾ എനിക്ക് അന്ന് മനസ്സിലാവാത്ത കാര്യം തിരിച്ചെന്ന് കൊണ്ടുവരുമെന്ന്, സിനിമ റിലീസ് ചെയ്തിട്ടെങ്കിലും ഒന്ന് കൊണ്ടുവരുമോ? അവനെ ഞങ്ങൾ നിങ്ങൾക്ക് വിട്ടുതരില്ല. ധ്യാൻ ഇതിൽ ഗംഭീരമായിട്ട് ചെയ്തു എന്ന് ഞാനങ്ങ് പറഞ്ഞാൽ നിങ്ങളങ്ങ് അംഗീകരിക്കും. എല്ലാവരും ചെയ്തു, പക്ഷെ എനിക്ക് ധ്യാൻ പ്രത്യേകിച്ച് എനിക്ക് അഭിനന്ദിക്കണമെന്ന്. ഓക്സിജനിൽ ഏപ്രിൽ 10 വരെ എസികൾക്ക് പമ്പിച്ച വിലക്കുറവ്. ഉടൻ ഷോറൂം വിസിറ്റ് ചെയ്യൂ. ഓക്സിജൻ, ദ കൂളിംഗ് എക്സ്പെർട്ട്. നമസ്കാരം. നമ്മൾ ഒത്തിരി നാളുകളായി പ്രതീക്ഷിച്ചു വെച്ചിരിക്കുന്ന ഒരു സിനിമയാണ്. ആ സിനിമ റിലീസിന് വേണ്ടി കാത്തിരിക്കുന്ന പ്രേക്ഷകർ ലോകമെമ്പാടുമുണ്ട്, മലയാളികൾ. അതിൻ്റെ 2 ശില്പികളാണ് എന്നോടൊപ്പം ഉള്ളത്. 2 പേർക്കും സ്വാഗതം. 2 ശില്പികളാണ് നിങ്ങൾ. ഞാൻ ഈ വർഷങ്ങൾക്ക് ശേഷം എന്ന് പറഞ്ഞാൽ 2 വർഷങ്ങൾക്ക് ശേഷം എന്ന് ഞാൻ പറയുള്ളൂ, അല്ല 2 വർഷങ്ങൾക്ക് ശേഷമായിട്ട് എനിക്ക് പേര് പറയുമ്പോൾ 2 വർഷം നിങ്ങൾ എനിക്ക് പറയേണ്ടി വരും. ഹൃദയം കഴിഞ്ഞിട്ട് നിങ്ങൾ ഒത്തുചേരൽ. അതെ, എന്തായിരിക്കും സിനിമയെന്ന് പറയാനും പറ്റില്ല, പറയിപ്പിക്കാനും പറ്റില്ല. റിലീസ് കഴിഞ്ഞിട്ട് പറയാൻ പറ്റുള്ളൂ, അല്ലേ? അതാണ് ഈ പ്രൊമോഷൻ ഇൻ്റർവ്യൂവിന് വരുമ്പോൾ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ഇതായത് നമുക്ക് വരാണ്ടിരിക്കാൻ പറ്റില്ല. കാരണം നമ്മുടെ പടം ഇറങ്ങുകയാണ്, നമ്മൾ പ്രൊമോട്ട് ചെയ്തില്ലെങ്കിൽ ആൾക്കാർ പറയും ഇവരെന്താ പ്രൊമോട്ട് ചെയ്യാത്തതെന്ന് പറയും. പക്ഷെ പ്രൊമോഷൻ വന്ന പടത്തിനെ പറ്റി ഒന്നും പറയാൻ പറ്റില്ല. അല്ല, ഇങ്ങനത്തെ സിനിമകൾക്ക് റിലീസ് കഴിഞ്ഞിട്ട് പ്രൊമോഷൻ വെക്കാവുള്ളൂ എൻ്റെ ഒരു കാഴ്ചപ്പാട്. അതെ, തീർച്ചയായിട്ടും എൻ്റെ കാഴ്ചപ്പാട്. ഇങ്ങനത്തെ സിനിമകൾ റിലീസ് കഴിഞ്ഞിട്ട് പ്രൊമോഷൻ വെക്കാവുള്ളൂ. അപ്പോൾ നമുക്ക് ചോദിക്കാനുണ്ടാവും, പറയാനുണ്ടാവും. ആക്ച്വലി ഏറ്റവും നല്ലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പടത്തിൻ്റെ ഒരു പ്രൊമോഷൻ മെറ്റീരിയലും ഇല്ലാതെ നേരെ ഓഡിയൻസ് വന്ന് തിയേറ്ററിൽ പടം കണ്ട് ഒന്നും അറിയാതെ വന്ന് കണ്ട് അവർക്കുണ്ടാകുന്ന ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അതാണ് ഏറ്റവും നല്ല എക്സ്പീരിയൻസ്. അതിലേക്ക് ഏതെങ്കിലും 1-2 ആൾക്കാർ അത് ചെയ്ത് അങ്ങ് കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ പറയാം. ഇപ്പം മമ്മൂട്ടി ഞങ്ങൾ അതല്ലേ ചെയ്യുന്നത്. ചില സിനിമകൾ അദ്ദേഹം നേരത്തെ പ്രൊമോട്ട് ചെയ്യുന്നേ ഇല്ലല്ലോ. അല്ല, എങ്കിലും വരുന്നുണ്ട്, നമുക്ക് ഇപ്പോൾ വരുന്നുണ്ട്. ഒറ്റ ദിവസം പ്രൊമോഷൻ വരുന്നുണ്ട്. അതെ, ഒറ്റ ദിവസം പ്രൊമോഷൻ. പക്ഷെ ഭയങ്കര ലോക്കി ആയിട്ടല്ലേ ചെയ്യുന്നത്, വന്നടിച്ച് സൂപ്പർ ഹിറ്റ് ആയിട്ട് അങ്ങ്. പിന്നെ തീർച്ചയായും. പക്ഷെ എപ്പോഴും സിനിമ കണ്ടതിന് ശേഷമാണെങ്കിൽ നമുക്ക് ചോദിക്കാനുണ്ടാവും, നിങ്ങൾക്ക് പറയാനുണ്ടാവും. എൻ്റെ ഒരു കാഴ്ചപ്പാട് അതാണ്. എനിക്ക് അങ്ങനെ ചെയ്യുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. നമുക്ക് മെയിനായിട്ട് ഇതാ എതിർക്കുക, അതായത് നമ്മളൊന്നും ചെയ്തില്ല എന്ന് ആളുകൾ പറയുമോ എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ. അതുമല്ല, നിങ്ങൾ ഡബ്ബിങ് സമയത്തൊക്കെ ചില ആളുകൾക്ക് കൊടുത്തൊക്കെ ഇപ്പോൾ വരുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ബാക്കിയുള്ളവർ കൊടുത്തില്ലെങ്കിൽ അതിൻ്റെ ബുദ്ധിമുട്ടോ. ഡബ്ബിങ് സമയത്തൊക്കെ കൊടുത്തിരുന്നല്ലോ, പേഴ്സണൽ ബന്ധം വെച്ച് ആളുകൾക്ക് വിനീൻ്റെ അടുത്തൊക്കെ വന്ന് ചോദിച്ചപ്പോൾ കൊടുത്ത ഒരു സാധനം ഇപ്പോഴാണ് അപ്പ് ചെയ്യുന്നു. അപ്പോൾ ബാക്കിയുള്ളവർ കൊടുത്തില്ലെങ്കിൽ ഒരു വിഷയമാവുന്ന അതും ഒരു സംഭവമുണ്ട്. ഇല്ല, എല്ലാവരും നമുക്ക് അറിയുന്ന ആൾക്കാർ, അതെല്ലാവരും അറിയുന്ന, ആരെയും ഒഴിവാക്കാനും പറ്റില്ല നമുക്ക്. എന്തായാലും സിനിമ സൂപ്പർ ഹിറ്റ് ആയിരിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ആകട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അതാണ് നമുക്ക്. ഞാൻ ട്രെയിലർ കണ്ട ഉടനെ 2 പേരെയും വിളിച്ച് സംസാരിച്ചാൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ 2 പേരെയും വിളിച്ച് ഒറ്റ ഫോണിൽ വിളിച്ച് 2 പേരെയും വിളിച്ച് സംസാരിച്ച്. എന്തായാലും സിനിമയെക്കുറിച്ച്, സിനിമയിലേക്ക് പോയാൽ നമുക്ക് 70കളിലുള്ള യാത്ര അല്ലേ, 70ൽ നിന്ന് തുടങ്ങി ഈ കാലഘട്ടം വരെ ഉള്ളതാണ് അല്ലേ. ഒത്തിരി കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടാകാം ഈ സിനിമ ചെയ്യാൻ വേണ്ടി. ഒത്തിരി കാര്യങ്ങൾ പഠിക്കണം. 70 കാലഘട്ടമൊക്കെ അച്ഛൻ പറഞ്ഞ ഒരു അറിവായിരിക്കും ഉണ്ടായിരിക്കുക. കുറേ ആൾക്കാർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള, ഇപ്പം അച്ഛൻ്റെ അടുത്ത് നിന്ന് കേട്ടിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് എതിർക്കുക. പിന്നെ ഓവർ ദി ഇയേഴ്സ് ഇങ്ങനെ പലതവണ സ്റ്റേജ് ഷോസ് ഒക്കെ ആയിട്ട്, ഇപ്പോൾ ഇന്നസെൻ്റ് അങ്കിളുമായിട്ട്, മുകേഷ് അങ്കിളുമായിട്ട്, ജഗദീഷ് അങ്കിളുമായിട്ട്, അങ്ങനെ പലരുടെ കൂടെയും നമ്മളിങ്ങനെ സ്റ്റേജ് ടൂറുമായിട്ട് ഇങ്ങനെ പോകുമ്പോൾ പഴയ മദ്രാസ് കഥകൾ ഇവരിങ്ങനെ പറയും. അങ്ങനെ നമ്മൾ കേട്ടിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ മാഗസീനിൽ സ്ഥിരം വരും അന്നൊക്കെ ഈ കോടമ്പാക്കം സ്റ്റോറീസ് എന്ന് പറഞ്ഞിട്ട് പേജ് കണക്കിനുണ്ടാവും എപ്പോഴും. അതിനാണേലും
വെള്ളിനക്ഷത്രത്തിലും ചിത്തഭൂമിയിലൊക്കെ വരും. അപ്പോൾ അങ്ങനെ നമ്മൾ വായിച്ചറിഞ്ഞതും ഒക്കെ ഇതൊക്കെ ഇതിൻ്റെ ഇൻസ്പിറേഷനായിട്ടുണ്ട്. അപ്പോൾ റിസർച്ച് എന്നുള്ളതിനേക്കാളും ഇത് ഓട്ടോമാറ്റിക്കലി ഈ സിനിമയ്ക്ക് വേണ്ട ഒരു റിസർച്ച് ലൈഫിൽ ഉണ്ട്, നടന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും. പക്ഷേ നമുക്ക് ചെന്നൈ മദ്രാസ് ജീവിതം ഒരു വലിയ ജീവിതമാണ് ഈ സിനിമാക്കാരുടെ, ഒരു മാറ്റമില്ല. അതിൽ നിന്നാണ് നമ്മൾ സിനിമ തുടങ്ങുന്നതെന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. നമ്മൾ ട്രെയിലറൊക്കെ കണ്ടപ്പോൾ അതിൽ നിന്ന് തുടങ്ങി പിന്നെ കേരളത്തിലേക്ക് എത്തുന്ന ഒരു യാത്രയായിരിക്കുമല്ലോ സിനിമ. അങ്ങനെയാണ് തോന്നിയല്ലേ? അങ്ങനെയാണ് എനിക്ക് തോന്നിയത്. ഓക്കെ. ഇനി അങ്ങനെ അല്ല എന്ന് നിങ്ങൾ പറഞ്ഞാലും ആണെന്ന് പറഞ്ഞാൽ ഞാൻ അംഗീകരിക്കും. ഞാൻ കണ്ടതിന് ശേഷം എനിക്ക് പറയാം, ഈ പറഞ്ഞത് തെറ്റിപ്പോയെന്ന് സിനിമ കണ്ടതിന് ശേഷം ഞാൻ പറയാം. രണ്ടുപേരുടെ ചിരിയിൽ എനിക്ക് തെറ്റിപ്പോയതായിട്ട് തോന്നുന്നു. ഇല്ല അല്ല, ശരിയായിരിക്കും ചിലപ്പോ. അതല്ലേ? ദൈവമേ, ശരിയാകണേ. അല്ല, എനിക്ക് അങ്ങനെ തോന്നിയത്. പക്ഷേ ധ്യാൻ ഇതിൽ ഗംഭീരമായിട്ട് ചെയ്തു എന്ന് ഞാൻ അങ്ങ് പറഞ്ഞാൽ നിങ്ങൾ അങ്ങ് അംഗീകരിക്കും. എല്ലാവരും ചെയ്തു. പക്ഷെ എനിക്ക് ധ്യാൻ പ്രത്യേകിച്ച് എനിക്ക് അഭിനന്ദിക്കണമെന്നുണ്ട്. ധ്യാൻ 100%. കാരണം അവൻ ഭയങ്കരമായിട്ടൊരു എഫേർട്ട് എടുത്തിട്ടുണ്ട് ഈ പടത്തിൽ. അപ്പം നമ്മുടെ സിനിമ ഫസ്റ്റ് തൊട്ടേ അറിയാമല്ലോ, ഇതിലൊരു വെയിറ്റ് ലോസിന്റെ ഒരു പ്രോഗ്രാമിംഗ് ഉണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ഫാറ്റ് ആണ്. അപ്പൊ അവൻ ഒരു 6 മാസം മുമ്പുള്ള കോലം എല്ലാവരും കണ്ടിട്ടുള്ളതായിരുന്നല്ലോ മൊത്തത്തില്. അപ്പൊ അത് കഴിഞ്ഞ് അവൻ നടത്തിയൊരു ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞത് ഒരു വലിയ കാര്യമായിരുന്നു മൊത്തത്തില്. ധ്യാൻ അങ്ങനെ ഒരു പ്രിപ്പറേഷൻ എടുത്തു. അപ്പു വേറൊരു സൈഡിൽ ഇതിനു വേണ്ടിയിട്ട് അപ്പു ചെയ്ത ക്യാരക്ടറിന് ചെറിയ ട്രെയിനിങ് എടുക്കാനുണ്ടായിരുന്നു. അപ്പു അത് ചെയ്തു. രണ്ടുപേരും ഭയങ്കര പ്രിപ്പയർഡായിട്ട് വന്ന് ചെയ്തൊരു. എനിക്ക് തോന്നുന്നു അപ്പുവിൻ്റെ ആ പാട്ട് കാണുമ്പോഴുണ്ടല്ലോ, ലാലേട്ടൻ തന്നെയാണ് കേട്ടോ. അത് ഭരതത്തിലേക്ക് ആ ഒരു സാധനം അങ്ങ് വരുവാണ് അപ്പോൾ. പക്ഷെ അവൻ ഈ പടങ്ങളൊന്നും കണ്ടിട്ടില്ല. അവനത് ഡബ് ചെയ്തിട്ട് പോയതാണോ? ഡബ് ചെയ്തിട്ട് പോയതാ. പിന്നെ കണ്ടു. ഇപ്പോ എവിടെ വെച്ച് കണ്ടു നിങ്ങൾ? മെഡ്രാസിൽ വന്നു. നിങ്ങളൊരു വീഡിയോ എങ്കിലും എടുത്തിടണ്ടേ കണ്ടു എന്നുള്ളത്? ഇല്ലില്ല, മെഡ്രാസിൽ വന്നു, വീട്ടിൽ വന്ന് സിനിമ കണ്ടു. സിനിമ കണ്ടു. ആള് ഭയങ്കര ഹാപ്പി ആയിട്ടാണ് പോയത്. അതല്ലേ? തിരിച്ചെന്ന് കൊണ്ടുവരുമെന്ന് സിനിമ റിലീസ് ചെയ്തിട്ടെങ്കിലും ഒന്ന് കൊണ്ടുവരുമോ? അവനെ ഞങ്ങൾ നിങ്ങൾക്ക് വിട്ടുതരില്ല, ഞങ്ങൾ എടുത്തോ. അല്ല, നിങ്ങൾ എടുത്തിട്ട് നിങ്ങൾ എടുക്കുന്ന കണ്ടന്റെങ്കിലും ഞങ്ങൾക്ക് തന്നാൽ മതി, ഒന്ന് പ്രേക്ഷകരെ കാണിച്ചു കൊടുക്കാൻ. അങ്ങനെ അവന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നമുക്ക് അങ്ങനെയൊന്നും തോന്നൂല. അതെ, അത് ഒരാൾ അങ്ങനെ ജീവിക്കണം എന്ന് ആഗ്രഹിക്കുമ്പോൾ നമുക്കത് എല്ലാവർക്കും പറ്റൂലല്ലോ. ഒരിക്കലും. അപ്പോൾ അങ്ങനെ ഒരാൾ ജീവിക്കണ്ടെങ്കിൽ അയാൾ സമാധാനമായിട്ട് ഇഷ്ടപ്പെട്ട ജോലി ചെയ്യുന്നു, ജോലി ചെയ്താൽ ഇഷ്ടപ്പെട്ട മറ്റു കാര്യങ്ങൾ ചെയ്യുന്നു. അങ്ങനെ ഒരു യാത്രയാണ്. അല്ല, ഞാൻ ഈ പ്രണവിനെ ആദ്യ സിനിമ കഴിഞ്ഞപ്പോൾ അന്നെങ്കിലും വരുമെന്ന് കൊടുത്തു. ആദ്യ സിനിമ കഴിഞ്ഞു അന്നും വരില്ല. പിന്നെ ഒരു സിനിമ കഴിഞ്ഞില്ല. പ്രണവിന് എവിടെയെങ്കിലും വിഷ്വൽ കിട്ടുന്ന എവിടെയെങ്കിലും ഒരു യാത്രയ്ക്ക് ആരെങ്കിലും ഒരു മൊബൈലിൽ എടുക്കുന്നത് മാത്രമേ നമുക്ക് കിട്ടുന്നുള്ളൂ. ഈ യാത്രയിൽ വെച്ച് കണ്ടുമുട്ടുന്ന കുറച്ച് സാധനങ്ങൾ കിട്ടുള്ളൂ. അപ്പോൾ ഈ രണ്ടുപേരുമാണ് മെയിനായിട്ടൊരു കഥാപാത്രമായിട്ട് പോകുന്നത്. അത് ലാലേട്ടനും ശ്രീനിവാസൻ ചേട്ടനും എന്ന നിലയിലേക്ക് നമുക്ക് തോന്നുന്നു ഇവരുടെ കഥാപാത്രങ്ങൾ, ആദ്യകാലത്തെ കഥാപാത്രങ്ങളായിട്ട് എനിക്ക് തോന്നുന്നു. നമ്മൾ പറഞ്ഞിട്ടില്ല, ഇനി സിനിമ കണ്ടാലാണ് എനിക്ക് തോന്നുന്നു. ഞാൻ പറഞ്ഞിട്ടുള്ളത് ഞാൻ സ്വയം ഏറ്റെടുക്കുക. നിങ്ങളെ ഈ കുറ്റം കംപ്ലീറ്റ് ഞാൻ ഏറ്റെടുക്കുക, നിങ്ങളൊന്നും ഏറ്റെടുക്കണ്ട. പക്ഷേ ധ്യാൻ പറഞ്ഞൊരു കാര്യം എനിക്കിപ്പോൾ ഓർമ്മ, ഈ സിനിമയ്ക്കെല്ലാം ഒന്ന് ഭാരം കുറയ്ക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാനും ധ്യാനുമായിട്ടൊരു ഇൻ്റർവ്യൂ, ഒരു ഓണസദ്യയുടെ ഇൻ്റർവ്യൂ കണ്ടിട്ട് വിനീത് വിളിച്ചു എന്ന് ധ്യാൻ എന്നോട് പറഞ്ഞു. എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമാണ്, ഇങ്ങനെയാണ് ഈ പറ്റില്ല എന്ന് പറഞ്ഞ് വിനീത് ഒന്ന് ചൂടായി. വണ്ണമൊക്കെ കൂടിയായിരുന്നല്ലോ അന്ന്. ഞാൻ ചൂടായിരുന്നു. എങ്ങനെയായിരുന്നു? എനിക്ക് ടെൻഷനായി. അപ്പോൾ എനിക്ക് അന്ന് മനസ്സിലാവാത്ത കാര്യം, അവൻ പാഡ് വെച്ചിട്ടുണ്ടായിരുന്നു എന്ന് തോന്നുന്നു. അതായത് മെലിഞ്ഞിട്ട് തടി കുറയാൻ വേണ്ടിയിട്ട്, തടി തോന്നിക്കാൻ വേണ്ടിയിട്ട്, ആ പടത്തിന്റെ കണ്ടിന്യൂറ്റിക്ക് വേണ്ടിയിട്ട് അവൻ പാഡ് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതെനിക്ക് മനസ്സിലായില്ല. പിന്നെ അന്ന് സംസാരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെയാണ് അവനൊന്ന് ചെറുതായിട്ട് ഉടക്കിയിട്ട് പോയി. ഞാൻ അപ്പൊ തന്നെ അർപ്പിതനെ വിളിച്ചു. അർപ്പിത ഉടക്കിയിട്ട് പോയിട്ടുണ്ട്, ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് വിളിപ്പിക്കണം. അങ്ങനെ പിന്നെ വിളിച്ച് സംസാരിച്ചു. അത് ഓക്കെ ആയി. അത് അന്ന് ഒത്തിരി വണ്ണം തോന്നിച്ചു അല്ലേ? എനിക്ക് വണ്ണം തോന്നിച്ചു. ഞങ്ങൾ കഴിച്ചോണ്ടിരിക്കുകയാണ്, ഓണസദ്യ കഴിച്ചോണ്ടിരിക്കുകയാണ്. അതെ, അപ്പം ഉള്ളില് ആളിപ്പോയി. പക്ഷെ പറയുന്ന രീതിക്ക് ശരീരമൊക്കെ കുറച്ച് ഞാൻ എത്തിയെന്നുള്ളൊരു നിങ്ങളൊക്കെ അത്ഭുതപ്പെടുത്തിയിരുന്നു. എങ്ങനെയാണ്? അത്ഭുതപ്പെടുത്തിയല്ലേ? ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു. കാരണം നമ്മളൊരു മാർച്ച് ഏപ്രിലായിരുന്നു ധ്യാനത് ഫസ്റ്റ് പറയണത് വണ്ണം ഇത്രയും കുറയ്ക്കേണ്ടി വരുന്നു. അപ്പൊ അവൻ ട്രാൻഡത്ത് ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്, ഞാൻ കാണുന്നുണ്ട്. അപ്പൊ ഈ ഏപ്രിൽ മെയ് ജൂൺ അളിയ ഞാൻ കുറഞ്ഞു എവിടെ കുറഞ്ഞു അത് എനിക്ക്. അപ്പം ഈ ലാസ്റ്റ് ബെഞ്ചേഴ്സ് ഉണ്ടല്ലോ, ഈ എക്സാം എഴുതുമ്പോ അവസാനം പോയിട്ട് സാറിന് പേപ്പർ കൊടുക്കുന്ന അതേപോലെ ആയിരുന്നു. ഒരു മാസത്തിലാണ് ഈ സാധനം അങ്ങനെ ഫ്ലിപ്പ് ആവുന്ന. എതിർക്ക ആ ഒരു മാസം മുമ്പാണ് ഞാൻ ഈ വീഡിയോ ഒക്കെ കാണുന്നത്. അപ്പൊ നമുക്ക് ടെൻഷനായി പോകുമല്ലോ.
ഒരു മാസം മുമ്പ് കറക്റ്റാണ് കാണുമ്പോൾ വണ്ണം തോന്നിക്കുകയും ചെയ്യും. നല്ല വണ്ണം ഉണ്ട് ആ സമയത്ത് ആ സിനിമയ്ക്ക് വേണ്ടി. കാരണം ലാസ്റ്റ് മന്ത് ആയപ്പോ എനിക്ക് എന്താ ഒരു വർക്ക്ഔട്ടിന്റെ രീതി മനസ്സിലായി. എലിപ്റ്റിക്കലും ഇത് മറ്റേ കാർഡിയോ ഒരു 1.5 മണിക്കൂർ, പിന്നെ ഫുഡ് മൊത്തമായിട്ട് കട്ട് ചെയ്ത് പ്രോട്ടീൻ. ഞങ്ങൾ കാണുമായിരുന്നു ഇടയ്ക്കിടയ്ക്ക്. അപ്പൊ ഫുഡ് കഴിക്കത്തില്ല. ഞാനിവിടെ ഐസ്ക്രീം എല്ലാം കഴിക്കുമ്പോ ഈ കൊഴിക്ക ഞാൻ കുറയ്ക്കാൻ പറഞ്ഞിട്ട് അവിടെ നിന്ന് ഐസ്ക്രീം കഴിക്കണം. അപ്പൊ അത്രയ്ക്ക് എഫോർട്ട് എടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇല്ലാന്ന് പറയുന്നില്ല, ഞാനും കണ്ടതാണ്. ഭയങ്കര ഹാപ്പി. ഇന്നത് ഞാൻ പടം ഒരു 5-6 ദിവസം മുമ്പ് കണ്ടപ്പം ധ്യാന ഇത്രയും എഫോർട്ട് എടുത്തു, പടത്തിൽ നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ അതൊക്കെ കാണുമ്പോൾ ഒരു ഹാപ്പിയാണ്. ഇതൊക്കെ ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും പടക്കം ഉണ്ടെങ്കിലും എന്റെ റിസൾട്ട് ആണല്ലോ നമുക്ക്. പിന്നെ തീർച്ചയായിട്ടും ആ റിസൾട്ട് കിട്ടണമല്ലോ നമുക്ക്. ആ റിസൾട്ട് വേണ്ടിയാണ് നമ്മളെല്ലാം കാത്തിരിക്കുന്നത്. ഞാൻ അങ്ങനെ പണി ചെയ്തിട്ടുണ്ടെങ്കിൽ, പ്രണവ് അങ്ങനെ പണി ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇതിൽ അഭിനയിച്ചവർ എല്ലാവരും അങ്ങനെ ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ റിസൾട്ടിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുന്നത്. അത് ഏപ്രിൽ 11-ാം തീയതി ആദ്യ ഷോയിൽ നിന്ന് റിസൾട്ട് ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം. ഈ പറഞ്ഞ പോലെ ചെന്നൈ കേന്ദ്രീകരിച്ചാണ് സിനിമ തുടങ്ങുന്നത്, കേരളത്തിലേക്ക് വരുന്നത്. അങ്ങനെ ഒരു യാത്രയൊക്കെയായിരുന്നു സിനിമ. നേരത്തെ പറഞ്ഞു കോടമ്പ, ചെന്നൈയില്ല, മദ്രാസ്. മദ്രാസാണ് പറഞ്ഞത്. നമ്മൾ ചെന്നൈ, മദ്രാസ്. ഞാൻ ചെന്നൈ വിട്ടു. മദ്രാസ് ആണല്ലോ, ശരിയാണ്. നമ്മൾ MGR ഒക്കെ കണ്ട് വളർന്ന ആളുകൾ അല്ലേ. ഇതൊക്കെ സിനിമയിൽ കുറെ സിനിമയ്ക്കുള്ളിലെ കഥ പറയുന്ന സിനിമയായിട്ട് എനിക്ക് തോന്നി. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രൊഡ്യൂസറിനെ കൊണ്ട് ഡയറക്റ്റാക്കി എടുത്തിട്ടൊന്ന് നാറ്റിച്ച് വിട്ടപ്പോൾ എനിക്ക് കുറച്ച് സമാധാനമായി. അതിന് ഒരു ബിഗ് സല്യൂട്ട്. അതൊക്കെ ഇങ്ങക്കൊരു സമാധാനം എനിക്കറിയാം. അല്ല, നമ്മളൊക്കെ ഒരു സീൻ വേണമെന്ന് വെച്ചാൽ തരാന്ന് പറഞ്ഞിട്ട് ആ സീൻ വരെ കൈകാര്യം ചെയ്തെടുത്തില്ലേ? അത് മോശമായി. സ്റ്റോറി എന്ത് അത് ഞാൻ അഭിനയിക്കാൻ വേണ്ടി വെച്ചിരുന്നതല്ല. ത്യാഗരാജൻ മാസ്റ്റർ, രവി ത്യാഗരാജൻ മാഷ മോൻ അഭിനയിക്കേണ്ടതായിരുന്നു. അല്ല, അപ്പൊ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാല് പുള്ളിയുടെ ഫ്ലൈറ്റിന് സമയമായി. അപ്പോ ഞങ്ങളിങ്ങനെ ചുറ്റും നോക്കുമ്പോ പെട്ടെന്ന് ഒരാള് വേണമല്ലോ, റെട്രോ ലുക്കുള്ള ആരാള വിശാഖ് കണ്ടു. പക്ഷെ ഇവനോട് പറഞ്ഞു ഇവൻ ചെയ്യൂല. അപ്പൊ ഞാൻ നേരെ ചെന്നിട്ട് പറഞ്ഞു, രവി ത്യാഗരാജന്റെ ഫ്ലൈറ്റിന് സമയമായി, രാത്രിത്തേക്ക് മാറ്റി കഴിഞ്ഞാൽ ഫ്ലൈറ്റ് ഫെയർ ഇത്രയുണ്ട്, അപ്പൊ അത് വേണോ ഇതിന് പകരം നീ അഭിനയിക്കുന്നു? പ്രൊഡ്യൂസറാണല്ലോ. അപ്പൊ ഒരു ചെലവ് കൂടുന്നൊരു കാര്യം വന്നപ്പോ തൊപ്പിയെടുത്തിട്ട് ആക്ഷൻ. ചെറിയ പാട്ടിനിടയിൽ വരുന്നൊരു ചെറിയ സംഭവം. അത് മനപ്പൂർവ്വം തന്നാട്ടോ പണി. കുറെ ആൾക്കാരുണ്ടല്ലോ, കുറെ ആൾക്കാരല്ല, വളരെ കുറച്ച് ആൾക്കാർ അത് കണ്ടിട്ട് ഇത് ടൊവിനോ ആണോ എന്നൊക്കെ ചോദിച്ചു. ഇത് കണ്ണുപൊട്ടനാണ് ഈ പറയുന്നത്. അല്ല, അത് ഈ പാട്ടിൽ വന്നോണ്ട് ആ സീൻ ഭയങ്കര വൈറലായി. എല്ലാ നാറികളും ഉണ്ട്. ഡയലോഗോട് ഞാൻ പറഞ്ഞാൽ പ്രഷർ അങ്ങനെ പറയുന്നു, കൊണ്ടിട്ട് എഴുതും എല്ലാ നാറികളും ഉണ്ടെന്ന് എന്ന് പറഞ്ഞ പോലെ എന്ന് പറഞ്ഞു അല്ലേ? ഇല്ല, അത് ആ ഒരു ഡയലോഗ് ഈശ്വര, ഞാൻ എവിടെ പോയാലും എന്നോട് ഇതാ പറയുന്നത്. അല്ല, ഉള്ളതല്ല എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഇല്ലാത്ത ഇനി ഞാൻ പറഞ്ഞത് പ്രഷർ വർക്കുകളുണ്ട്, ഇവരെ ഉപയോഗിച്ച് ഞാൻ ഇങ്ങനെ അഹങ്കാരം പറഞ്ഞു അതിനകത്തുള്ള ഡയലോഗ് ഞാൻ പറഞ്ഞു. അതെ, പറഞ്ഞേക്കാം. അല്ലെങ്കിൽ പ്രഷർ നമ്മള് അതെ പടത്തിലുള്ള ഡയലോഗാണ്. ഞാൻ എയറിലേക്കേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ അതിനകത്ത് അഭിനയിക്കുകയും ചെയ്തു അല്ലേ? ഒറ്റ ഷോട്ടാണ്. അപ്പൊ അതിൽ എത്ര ലാഭം കിട്ടി? ഫ്ലൈറ്റ് ടിക്കറ്റ് പറയുന്നത്. ഫ്ലൈറ്റ് ടിക്കറ്റ് ഒരു 10 രൂപ. കാരണം ഉച്ചയ്ക്കാണ് പറയുന്നത് വൈകിട്ട് ഫ്ലൈറ്റ് ബുക്ക് ചെയ്യണം. അപ്പൊ ഇവിടുന്ന് ചെന്നൈ പോകുമ്പോൾ ഒരു 10 രൂപ എന്തായാലും ആവുമായിരുന്നു. ആ ലാഭം നമുക്ക് കിട്ടി. അത് മാത്രമാണ് ഇനി നമുക്ക് ലാഭം ഒപ്പിച്ചു തന്നിരുന്നത്. അത് ഞാൻ ഒരിക്കലും. കാരണം വിനീത് ഈ പടം ആക്ച്വലി സ്ക്രിപ്റ്റ് എല്ലാം വായിച്ചപ്പോ ഞാൻ ഓർത്തു, സ്ക്രിപ്റ്റ് അല്ല സ്റ്റോറി കേട്ടപ്പം വീണ്ടും ഒരു ചെറിയ പടം എല്ലാം ആയിരിക്കും ഓർത്തു. പിന്നെ സ്ക്രിപ്റ്റ് ഡീറ്റെയിലിംഗ് പോയപ്പോ മനസ്സിലായി ഇത് ഇവിടെ കൊണ്ടൊന്നും നിൽക്കത്തില്ല, ഒരു പ്രോപ്പർ പ്ലാനിങ് എല്ലാം വേണമെന്ന്. പക്ഷെ വിനീത് ആ പ്രീ പ്രൊഡക്ഷൻ സമയത്ത് ഈ ഓരോ ഷോർട്ട് ഡിവിഷൻ ചെയ്ത് ഓരോ നമ്പർ ഓഫ് ഡേയ്സ് കുറച്ച് ഭയങ്കര പക്ക പ്ലാനിങ് ആയിരുന്നു മൊത്തത്തില്. ഈ പടം വിനീതിന്റെ ഒരു ഇൻപുട്ട് കൊണ്ടാണ് ഈ 40 ഡേയ്സ് തീർന്നത്. അല്ലെങ്കിൽ ഇത് ഒരിക്കലും നടക്കത്തില്ല. അല്ല, ഞാൻ തുടക്കത്തിൽ പിന്നെ ഇത് പറഞ്ഞ കുറേ ദിവസം ഷൂട്ട് ഉണ്ടാവുന്ന എന്നോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ തീർന്നത് ഭയങ്കര അത്ഭുതമാണ്. ഒരാളും കൂടെ ഉണ്ട്, ഇതൊക്കെ പറയാണ്ടിരിക്കാൻ പറ്റില്ല. ഞങ്ങളുടെ അസോസിയേറ്റ് അഭയ് വാര്യർ, അഭയ് പ്രിയനങ്ങളുടെ അസോസിയേറ്റ് ആയിരുന്നു. അപ്പോൾ അഭയുടെ അടുത്ത് ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു, ഇത് നമുക്ക് നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന പോലെ നമുക്കിത് ചെയ്യണം. അപ്പോൾ അഭയ് പ്രിയനങ്ങളുടെ കൂടെ വർക്ക് ചെയ്തുകൊണ്ട് പ്രിയനങ്ങളുടെ സ്പീഡിലാണ് അവൻ ചാർട്ട് ചെയ്തത്. അപ്പോൾ അത് തന്നെ 46 ഡേയ്സ് ആയിരുന്നു. അപ്പോൾ ആദ്യം എത്രയായിരുന്നു? 65 ദിവസം. അപ്പോൾ നമ്മൾ പറഞ്ഞു, അഭയ് പിടിക്കണം, നീ കുറയ്ക്കുക. അപ്പോൾ ചേട്ടാ ഓക്കെയാണ്. അപ്പോൾ കുറച്ച് അത് പിന്നെ നമ്മൾ ലൈറ്റ് വെച്ച് പ്ലാൻ ചെയ്തു. അതായത് ഈ ലൈറ്റിൽ ഈ സീൻ അങ്ങനെ. പിന്നെ ചില ആർട്ടിസ്റ്റ് നമുക്ക് ഡേറ്റ്സ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് തന്ന് അപ്പോഴേക്കും അത് വീണ്ടും ഒന്ന് കോമ്പാക്റ്റ് ആയി വന്നു. അങ്ങനെ അവസാനം 46 ഡേയ്സിൻ്റെ ചാർട്ടുമായിട്ടാണ്
ഞങ്ങൾ ഷൂട്ടിന് തുടങ്ങുന്നത്. പക്ഷെ പടം 40 ഡേയ്സിൽ തീർന്നു. അല്ല, അത് വലിയൊരു അനുഗ്രഹമാണ്. അത് ആ ടീമിന്റെ ആണ്, നമ്മുടെ ടീം പ്ലാനിങ് നന്നായിട്ടുണ്ടായിരുന്നു. ആക്ച്വലി നമ്മൾ ഷൂട്ടിന് മുമ്പ് 2 മാസം നമ്മളെല്ലാവരും കൊച്ചി തന്നെ ഉണ്ടായിരുന്നു. അപ്പൊ ഡെയിലി രാത്രി ഒരു കൺഫ്യൂഷൻ വരികയാണെങ്കിൽ ഞാൻ വിനീതിനെ വിളിക്കും, അല്ലെങ്കിൽ വിനീതാണ് തൊട്ട് മേലും താഴെ ഞങ്ങൾ നിന്നുകൊണ്ടിരുന്നത്. അപ്പൊ എല്ലാരും ഇരുന്ന് അത് പ്ലാൻ ചെയ്തിട്ടാണ് ഷൂട്ടിംഗ് ഇറങ്ങിയത്. അപ്പൊ വിനീത് കറക്റ്റ് ആയിട്ട് എൻ്റെ ഇന്ന കാര്യത്തിൽ ഇന്ന കാര്യങ്ങൾ വേണം, നമുക്ക് ബാക്കിയുള്ളത് ഇപ്പൊ എന്തെങ്കിലും കോസ്റ്റ് കൂടുന്ന ഏരിയ ആണെങ്കിൽ നമുക്ക് സംസാരിക്കാം. അപ്പൊ എല്ലാം ഷൂട്ടിന് മുമ്പ് ഒരു ക്ലാരിറ്റി ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇത് ഫുള്ളായിട്ട് നടന്നത്. പിന്നെ എല്ലാരും കൂടെ നിന്ന്, കോസ്റ്റ്യൂം ഡിപ്പാർട്ട്മെന്റ്, ആർട്ട്, പ്രൊഡക്ഷന്, എഡിസ്, എല്ലാരും ബാക്ക് ടു ബാക്ക് കൂടെ നിന്നുകൊണ്ടാണ് നമുക്ക് ഇതിൽ എത്തിക്കാൻ പറ്റിയത്. തീർച്ചയായിട്ടും അതെ. ഈ പറഞ്ഞതുപോലെ പഴയ കാലഘട്ടത്തിന്റെ കഥ പറയുമ്പോൾ നമുക്ക് മറ്റാളുകളെ സമീപിച്ചിരുന്നു. ഇപ്പം പ്രിയദർശന്റെ അസോസിയേറ്റ് എന്ന് പറഞ്ഞു പ്രിയൻ സാറുമായിട്ട് വല്ലതും സംസാരിച്ചു നമുക്ക് ഈ സിനിമയിലെ കുറെ കാര്യങ്ങൾ കിട്ടുമായിരിക്കുമല്ലോ പുള്ളിയായിട്ട് സംസാരിക്കും. ഫുൾ സ്ക്രിപ്റ്റ് വായിച്ചു കൊടുത്തിട്ടുണ്ട്. പ്രിയനങ്ങൾ ഫുൾ സ്ക്രിപ്റ്റ് അറിയാം. അപ്പോൾ ഫുള്ള് വായിച്ചു കൊടുത്ത്, കാരണം സ്വാമീസ് ലോഡ്ജിൽ പ്രിയനങ്ങൾ താമസിച്ചിട്ടുണ്ട്. പ്രിയനങ്ങൾ സുരേഷ് കുമാർ അങ്ങളും കൂടെ അവിടെ 9ാം നമ്പർ മുറിയിലാണ് താമസിച്ചതെന്നാണ് നമ്മൾ അറിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഫുൾ സ്ക്രിപ്റ്റ് പ്രിയനങ്ങളിന് വായിച്ചു കൊടുത്തു. അപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത നറേഷൻ അതായിരുന്നു പ്രിയനങ്ങളിൻ്റെ അടുത്ത് പറഞ്ഞത്. കാരണം ഓരോ ചെറിയ സാധനങ്ങൾ വരുമ്പോഴും പ്രിയനങ്ങൾ ചിരിക്കും. എന്നിട്ട് എടാ അതിൽ നീ ഈ ഒരു സാധനം കൂടെ ആഡ് ചെയ്യും എന്നിട്ട് ചില സാധനങ്ങൾ പറയും. അപ്പോൾ അങ്ങനെ അത് ഭയങ്കര ഇൻട്രാക്റ്റീവ് ആയിട്ട് പോയ. അപ്പോൾ എന്നോട് സ്റ്റുഡിയോയിലെ ചില സീക്വൻസ് വന്നപ്പോൾ എന്നോട് പ്രിയനങ്ങൾ പറഞ്ഞു, എടാ പണ്ട് സ്റ്റുഡിയോയിൽ നടന്നിട്ടുള്ള ഒരു കഥയുണ്ട്, അത് ഞാൻ നിന്നോട് പറയാം എന്ന് പറഞ്ഞു. എന്നിട്ട് പണ്ട് നടന്നിട്ടുള്ള ഒരു ഇൻസിഡൻറ്റ് അങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞാനത് കഴിഞ്ഞ ഉടനെ പ്രിയനങ്ങളോട് ചോദിച്ചു, പ്രിയനങ്ങൾ ഇത് എനിക്ക് ഉപകാരപ്പെടും, ഞാനിത് ആഡ് ചെയ്തോട്ടെ എന്ന് ചോദിച്ചു. നീ ആഡ് ചെയ്തോന്ന് പറഞ്ഞു. അങ്ങനെ അതും കൂടെ ഒരു സാധനം പ്രിയനങ്ങൾ പറഞ്ഞത് അങ്ങനെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ 9ാം നമ്പർ റൂമിന്റെ കഥ ഞാനും കുറെ കേട്ടിട്ടുണ്ട്. നമ്മൾ ഈ പ്രൊഡ്യൂസർ ഓഫീസറൊക്കെ പോയിരിക്കുമ്പോൾ പഴയ ആളുകൾ ഒത്തുകൂടുമ്പോൾ ഇങ്ങനെ പറയാം, അത് ആ റൂമിന്റെ ഒരു കഥ വലിയ കഥയാണ് കേട്ടോ. അതെ, ഞാൻ കേട്ടിട്ടുണ്ട്. നമ്മൾ ഓഫീസിൽ വന്നിരിക്കുമ്പോഴേ വലിയ സക്സസ്ഫുൾ സിനിമകൾ ചെയ്ത ആളുകളുടെ ആരംഭകാലത്തെ മുറിയാണ് 9ാം നമ്പർ മുറി. ഞങ്ങള് റൂം നമ്പർ 9 ഇട്ടിട്ട് തന്നെയാണ് ധ്യാന്റെ അപ്പുന്റെയും സീൻ ഷൂട്ട് ചെയ്തത്. സ്വാമിസ് ലോഡ്ജിലല്ല ഷൂട്ട് ചെയ്തത്, പക്ഷെ അത് സെറ്റ് ചെയ്തപ്പോൾ റൂം നമ്പർ എന്ത് വെക്കണം എന്ന് ചോദിച്ചപ്പോൾ നമ്മൾ 9 വെക്കാൻ പറഞ്ഞു. അങ്ങനെ തന്നെയാണ് ഷൂട്ട് ചെയ്തത്. ഇതിൽ ഒത്തിരി കഥാപാത്രങ്ങളുണ്ടല്ലേ. നമ്മൾ നിവിനാണെങ്കിലും നിവിൻ പോളി, നിങ്ങളുടെ കൂട്ടുകെട്ടിലുള്ള എല്ലാവരും ഉണ്ട് എന്നുള്ള കാര്യത്തിനുണ്ട്. അത് പണ്ട് തൊട്ടുള്ള ആ ഗ്യാങ് അങ്ങനെ തന്നെ തുടർന്നു പോകുന്നു. അതൊരു വലിയൊരു അനുഗ്രഹമായിട്ട് തന്നെ എനിക്ക് തോന്നുന്നു. ആരെയും കൈവിടാതെ നിങ്ങൾ പോകുന്നുണ്ട്. ആരും നമ്മളെയും കൈവിട്ടിട്ടില്ല. അതെ, തീർച്ചയായിട്ടും. ആ കൂട്ടുകെട്ട് എങ്ങനെയാണ് നിലനിർത്തി പോകുന്നത് വിനീത്? അല്ല, ഇത് നമ്മുടെ ഫ്രണ്ട്സ് ആയതുകൊണ്ട് ഇവരെ എല്ലാവരെയും നമുക്ക് എല്ലാ പടത്തിലും കാസ്റ്റ് ചെയ്യാൻ ഒന്നും പറ്റില്ലല്ലോ. ഇവരും അവൈലബിൾ ആവണം, നമുക്കും പറ്റിയ ക്യാരക്ടേഴ്സ് ഓഫർ ചെയ്യാനുണ്ടാവണം. ഈ പടത്തിൽ അതെല്ലാം വന്നു. അതാണ് അതിൻ്റെ കാര്യം. ഈ പടത്തിൽ ഇവർക്ക് എല്ലാവർക്കും ഉള്ള സ്പേസ് ഉണ്ടായിരുന്നു, അത്രയധികം ക്യാരക്ടേഴ്സ് ഉണ്ടായിരുന്നു. പിന്നെ ഇവരെയൊക്കെ നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ. ഇപ്പം നീരജിനെ ആണെങ്കിലും നിവിനെ ആണെങ്കിലും നമ്മൾ സ്ക്രീനിൽ കാണാൻ, ബേസിലിനെ ആണെങ്കിലും നമ്മൾ സ്ക്രീനിൽ കാണാൻ ആഗ്രഹിക്കുന്ന പൊസിഷനിലാണ് നമ്മൾ പ്ലേസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇവർക്കത് കറക്റ്റായിട്ട് വന്നത്. അപ്പോൾ പിന്നെ ഭാഗ്യം കൊണ്ട് നമ്മൾ ഒക്ടോബറിലും ഡിസംബറിലും ഇത് ഷൂട്ട് ചെയ്യുന്ന ടൈമിൽ ഇവരുടെ എല്ലാവരുടെയും ഡേറ്റ്സ് നമുക്ക് ഒരുമിച്ച് കിട്ടി. ഒരു സീൻ ഉണ്ട്, അതിനകത്ത് അപ്പുണ്ട്, പ്രണവുണ്ട്, പിന്നെ ബേസിലുണ്ട്, ധ്യാനുണ്ട്, അജു ഉണ്ട്, അല്ല ഇത്രയും പേര്, കല്യാണി ഉണ്ട്, ശരിയാ, റൈറ്റ്. ഇത്രയും പേരെ വെച്ചിട്ട് നമ്മളൊരു ബ്ലോക്ക് വെക്കുമ്പോഴേ ഇത്രയും പേര് അന്ന് അവൈലബിൾ ആവണമല്ലോ. അപ്പോൾ അത് ഈസി അല്ലല്ലോ അത്രയും ആർട്ടിസ്റ്റിന്. ഇപ്പോൾ അജുവിൻ്റെ ഒരു ഷോട്ട് അജു നടന്നു വരുന്നൊരു ഷോട്ട് എടുക്കുന്ന സമയത്ത് ബാക്ക്ഗ്രൗണ്ടിൽ ബേസിയും നിവിനും ഒക്കെ ചുമ്മാ നിൽക്കുന്നുണ്ട്, അവർ സംസാരിച്ചുകൊണ്ട് നിൽപ്പുണ്ട്. ഇങ്ങനെ നമുക്ക് ഇന്നത്തെ കാലത്ത് ഷൂട്ട് ചെയ്യാൻ പാടാം, കാരണം അവൈലബിലിറ്റി ഇഷ്യൂ ഉണ്ട്, വലിയ പ്രശ്നമുണ്ട്. ഇത് നമുക്കിതെല്ലാം കിട്ടിയിട്ടുണ്ട്. ഒരു പെർട്ടിക്കുലർ പോർഷൻ ആക്ടേഴ്സിൻ്റെ നമ്മളിവിടെ ആ സീനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നടക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ഇവരെല്ലാവരും ഉണ്ട്. ഞാൻ അങ്ങനെ വർക്ക് ചെയ്തൊരു പടം കുഞ്ഞിരാമായണം. കുഞ്ഞിരാമായണത്തിൽ ഇപ്പോൾ കുഞ്ഞിരാമനും കുട്ടനും തമ്മിൽ സംസാരിക്കുകയാണെങ്കിൽ ബാക്കി ക്യാരക്ടേഴ്സ് ഒക്കെ അവിടെ ഉണ്ട്, ചുറ്റുമുണ്ടല്ലോ. അങ്ങനെ നമുക്ക് ഷൂട്ട് ചെയ്യാം. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഒരിക്കലും കിട്ടില്ല ഇവരെല്ലാവരും ഒരുമിച്ചില്ല. അതും ഒരു ഭാഗ്യമായിട്ട് മാറിയിട്ടുണ്ട് അല്ലേ? അതെ. ഈ തമിഴ് സംസാരം ഉണ്ടാവും ഇതിനകത്ത്. തമിഴിൽ കുറെ ആളുകൾ ഉണ്ടാവുമല്ലോ. മദ്രാസ് ആകുമ്പോൾ കുറച്ച് അത് അവിടെ നിന്നുള്ള ആർട്ടിസ്റ്റുകളെ തന്നെയാണ് എടുത്തിരിക്കുന്നത്. എങ്ങനെയാണ്? അതെ, വൈജി മഹേന്ദ്രൻ സാറ്, എനിക്ക് തോന്നുന്നു സാറ് മലയാളത്തില് എത്രയോ 40 വർഷം മുമ്പ് എന്തുവാണ് വൈജി സാറ് മലയാളത്തിൽ അഭിനയിച്ചത്. അപ്പോൾ അദ്ദേഹം
തിരിച്ച് വരുന്നൊരു സിനിമയാണ്. അദ്ദേഹമാണ് സ്വാമി സ്ലോട്ട്സിലെ സ്വാമിനാഥൻ അദ്ദേഹമാണ് അഭിനയിച്ചിട്ടുള്ളത്. പിന്നെ TSR എന്ന് പറഞ്ഞിട്ടൊരു ആക്ടറുണ്ട്. പിന്നെ നമ്മുടെ ഹൃദയത്തിൽ അഭിനയിച്ച രാജഗണേഷ്, പിന്നെ കലേഷ് മലയാളിയാണ്, പക്ഷെ കലേഷിനെ സെൽവേ ആയിട്ട് കണ്ട് അങ്ങനെ ഒരു തമിഴിനെ പോലെയാണ് കലേഷിനെ ആൾക്കാർ അങ്ങനെ അവിടെ ഉള്ളവരും ഇതിനകത്ത് അല്ലേ. നമുക്ക് ഈ തമിഴ് കൂടുതൽ ഡയലോഗുകൾ ഈ സിനിമയിൽ വരുന്നുണ്ടോ? എനിക്ക് ചോദിക്കാവോന്ന് അറിയില്ല. ഒരു പർട്ടിക്കുലർ പോർഷൻ ഉണ്ട് ഇവരുടെ ഒരു ഇവരെല്ലാവരും മദ്രാസിൽ വരുന്ന സമയത്ത് അവിടെ സ്വാഭാവികമായിട്ടും തമിഴ് വരുമല്ലോ, അങ്ങനെ വന്നിട്ടുണ്ട്. പക്ഷേ ബാക്കിയുള്ള ഏരിയയൊക്കെ ഫുൾ മലയാളം തന്നെയാണ്. ഇവരുടെ ഒരു അന്നത്തെ കാലഘട്ടത്തിൽ ഇവരുടെ ഒരു ജീവിതം വലിയ പ്രതിസന്ധിയായ ജീവിതമാണ്. വെള്ളം പോലും കുടിക്കാൻ പറ്റാതെ പട്ടിണി കിടക്കേണ്ട സാഹചര്യം. ഇതൊക്കെ ഈ സിനിമയിൽ ഉണ്ടാവുമെന്ന് ഞങ്ങളൊക്കെ പ്രതീക്ഷിച്ചോട്ടെ. ഉണ്ടാവട്ടെ. ചോദിക്കാനും അതാണല്ലോ പ്രശ്നം. ഒന്നും വിട്ട് പറയാനും പറ്റൂല, ഇതൊക്കെ പ്രശ്നം. പക്ഷെ ഇത് കണ്ടു കഴിയുമ്പോൾ ഒന്നും ഇന്റർവ്യൂ തന്നെ ആ ഒരു വേൾഡ് നമ്മൾ ജെന്യൂൻ ആയിട്ട് ഒതന്റിക് ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. അന്നത്തെ കാലത്തെ ആൾക്കാരും അവരെങ്ങനെ സംസാരിക്കും, ഇന്നത്തെ കാലം പോലെ അല്ലല്ലോ. അന്നത്തെ ആളുകളുടെ ആറ്റിറ്റ്യൂഡും തന്നെ വ്യത്യാസമുണ്ടല്ലോ ആ ജനറേഷൻ്റെ. അത് അങ്ങനെ തന്നെ ക്യാപ്ചർ ചെയ്യാൻ നമ്മൾ നോക്കിയിട്ടുണ്ട്. അപ്പോൾ ലാംഗ്വേജ്, ഡയലോഗ് റൈറ്റിങ്ങിലാണെങ്കിലും ഒരു ഇത് കേരളത്തിലാവുമ്പോൾ ഉള്ളൊരു ഭാഷ, പിന്നെ മദ്രാസിലേക്ക് വരുമ്പോൾ കുറച്ച് ഇംഗ്ലീഷ് വാക്കുകൾ കയറി വരുന്നത്, സെക്കൻഡ് ഹാഫ് ആകുമ്പോഴേക്കും കംപ്ലീറ്റ്ലി ആ ലിംഗോ മൊത്തം മാറിയിട്ട് ഇന്നത്തെ ഒരു ലാംഗ്വേജിലേക്ക് അങ്ങനെയൊക്കെ മാറ്റി പിടിച്ചിട്ടുണ്ടല്ലേ. പിന്നെ ആർട്ടിലാണെങ്കിലും ആ ചേഞ്ചസ് ഒക്കെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അപ്പോൾ എങ്ങനെയായിരുന്നു സിനിമ അന്ന്, അപ്പോൾ നമുക്ക് ഒരുപാട് പേര് ഹെൽപ്പ് ചെയ്തു നമുക്ക് ആ രീതിയിൽ. പ്രോപ്പർട്ടീസ് കിട്ടാനാണെങ്കിലും ചിത്രാഞ്ജലി എന്ന് ഭയങ്കരമായിട്ട് ഒരു ഹെൽപ്പ് ഉണ്ടായിരുന്നു. പഴയ സംഭവങ്ങൾ കിട്ടണമല്ലോ നമുക്ക്. പിന്നെ കാരക്കുടിയിൽ നിന്നും ബോംബെയിൽ നിന്നും ഒക്കെ പ്രോപ്പർട്ടീസ് കൊണ്ടുവന്നും ഒരു വലിയ എഫേർട്ട് ഉണ്ട് ഇതിന്റെ പുറകിൽ. തീർച്ചയായിട്ടും ഈ സിനിമയിൽ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, ഇത്രയും ആർട്ടിസ്റ്റുകൾ തന്നെ ഉള്ളപ്പോൾ തന്നെ അത് തന്നെ വലിയ ഒരു ഭാഗ്യവും അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുകളും ഉണ്ടല്ലോ. പ്രൊഡ്യൂസറിന് ഉറക്കമില്ലാത്ത രാവുകളായിരുന്നല്ലോ എല്ലാ ദിവസവും. എനിക്ക് മനസ്സിലായി, നമ്മളൊന്ന് വിളിച്ചാൽ പോലും ഫോൺ എടുക്കലായിരുന്നു, ടെൻഷൻ. പിന്നെ എപ്പോഴും അതിൻ്റെ ഓട്ടത്തിലാന്ന് പറയും. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുമായിരുന്നു, കാര്യങ്ങൾ അറിയാൻ വേണ്ടി വിളിക്കുമായിരുന്നു. ഏറ്റവും വലിയ തമാശ എന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ട് നമ്മുടെ സിനിമകളിൽ കണ്ടിട്ടുള്ള സാധനങ്ങളുണ്ടല്ലോ, ഒരു കാളവണ്ടിയൊക്കെ കൊണ്ടുവരാൻ എന്ത് കാശാവെന്നറിയോ? അപ്പൊ നമ്മുടെ പ്രീ പ്രൊഡക്ഷൻ ടൈമിലുള്ള ഡിസ്കഷൻ ഇതാണ്, 4 കാള തിരുവനന്തപുരത്ത് വരുന്നുണ്ടെങ്കിൽ ഇത്രയാവും, അതിന് പകരം അത് പൊള്ളാച്ചിന്നും പാലക്കാട് നിന്ന് വരികയാണെങ്കിൽ ഇത്രയാവും എന്നൊക്കെ പറഞ്ഞിട്ട് ഡിസ്കഷൻ, കോമഡി ഡിസ്കഷനാണ്. പെട്ടെന്ന് എടുത്തുകയും ചെയ്യണം. അല്ല ഇപ്പം റെസ്പോൺസ് ഇപ്പൊ കാളയുടെ സീക്വൻസ് 17th ആണെങ്കിൽ ചിലപ്പോ 1920 ആയിരിക്കും അടുത്തത്. ഈ കാളയെ കൊണ്ടുവന്നിട്ട് എവിടെ പാർക്ക് ചെയ്യുന്ന അടുത്തത്? കാളക്കാരനാണെങ്കിൽ റൂം എടുത്തു കൊടുത്തു കഴിഞ്ഞാൽ പുള്ളി റൂമിൽ നിൽക്കൂല, പുള്ളി കാളയുടെ കൂടെ നിൽക്കുള്ളൂ. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരു കോഴി, ആട്, എല്ലാ സാധനം വേണമല്ലോ. ഇതൊരൊറ്റ കാളവണ്ടിയുടെയാണ് പറഞ്ഞത്. അതെ, ബാക്കി എന്തോരം ഉണ്ട്. പക്ഷെ അതൊക്കെ അല്ല, അത് ഇപ്പൊ വിനീത് പറയുന്നത് രസകരമായി ഹാൻഡിൽ ചെയ്തു എന്നുള്ളതാണ് അതിനകത്ത് അല്ലേ. ആദ്യമത്തെ ഇവിടെയായിരുന്നു. അല്ല, ഇത് നമുക്കിതൊക്കെ ഭയങ്കര രസമായിരുന്നു. കാരണം എനിക്ക് തോന്നുന്നു അത് ടെൻഷൻ പോലെ. പക്ഷെ വേറെ ദിവസം നിങ്ങളിങ്ങനെ ഗ്യാങ് കമ്പനി ആയിട്ട് നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ ഷൂട്ടിങ്, നമ്മൾ ആരെയും ഒരു റിസ്ക് എടുത്ത് ഈ സമയത്തൊന്നും ഒന്നും ഉണ്ടാവുമല്ലോ, നമുക്ക് പതുക്കെ നമുക്ക് ഇങ്ങനെ ഷൂട്ട് ചെയ്ത് പോയാൽ മതി. അയ്യോ അല്ല, അങ്ങനെ ആയിരുന്നു. അല്ല നമ്മൾ ഷൂട്ടിന്റെ ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കാരണം ടൈം ഇസ് മണി. ഷൂട്ട് തുടങ്ങി കഴിഞ്ഞാൽ അത് ഒരു ദിവസത്തെ എക്സ്പെൻസ് 300 ജൂനിയർ ആർട്ടിസ്റ്റ് പല ദിവസങ്ങളിലും. അപ്പോൾ അത്രയും ജൂനിയർ ആർട്ടിസ്റ്റ് ഉണ്ട്, ഇത്രയും സന്നാഹമുണ്ട്, ഇത്രയും പ്രോപ്പർട്ടീസ് ഉണ്ട്, പഴയ വണ്ടികൾ എല്ലാം ഉണ്ടല്ലോ. അപ്പോൾ ഇത്രയും സാധനങ്ങൾ വെച്ചിട്ട് ഒരു ദിവസം എക്സ്ട്രാ വരുമ്പോൾ ലക്ഷക്കണക്കിന് രൂപയാണല്ലോ എക്സ്പെൻസ് വരിക. അപ്പം നമ്പർ ഓഫ് ഡേയ്സിൽ മാത്രമേ നമുക്കിത് കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ലൈറ്റ് കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല. അപ്പം നല്ല ലൈറ്റുള്ള സമയത്ത് നമ്മൾ ഔട്ട്ഡോർ എടുക്കും, പിന്നെ ഇൻഡോർ കയറും. ലൈറ്റ് വീണ് താഴുന്ന സമയത്ത് ഔട്ട്ഡോർ വീണ്ടും എടുക്കും. അങ്ങനെയൊക്കെ ഒരു പ്രോപ്പർ പ്ലാനിങ് സിനിമാറ്റോഗ്രഫിയിലൊന്നും ഒരിക്കലും ഫീൽ ചെയ്യില്ല. നമ്മളിങ്ങനെ പെട്ടെന്ന് എടുത്തൊരു സിനിമയാന്നുള്ളത് ഫീൽ ചെയ്യില്ല. തീർച്ചയായിട്ടും. അപ്പം ഞാൻ ചോദിച്ചത് ഇങ്ങനെ ഒരു ഫ്രണ്ട്സ് സർക്കിൾ ആവുമ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യാന്നുള്ളൊരു ഇൻസിഡന്റ് ഓർമ്മ. ആദ്യത്തെ 2-3 ദിവസം നല്ല ഷൂട്ടൊക്കെ നന്നായിട്ട് പോയത് ഔട്ട്ഡോറായിരുന്നു. അപ്പൊ പെട്ടെന്ന് ഒരു മഴ വന്നു. അപ്പൊ ആ മഴ വരുമ്പം പെട്ടെന്ന് ആരായാലും പാനിക്കാവും. കാരണം ആ മഴയത്ത് ആർക്കും ഷൂട്ട് ചെയ്യാൻ തോന്നില്ല മൊത്തത്തില്. ഒന്നാതെ ഞാൻ നേരത്തെ ആളാ അത് ഒത്ത് എല്ലാരും മൊത്തത്തിൽ ക്രൗഡ് യൂണിറ്റുള്ള നിൽക്കുക. അപ്പൊ ഒരു 6 മണിയാകുമ്പോ ഞാൻ മനസ്സിൽ തീരുമാനിച്ചു, ഇനിയില്ല, അടുത്തയാണ്, പക്ഷെ ഇവിടെ ലൊക്കേഷൻ ഇന്ന് തീർത്താലേ പറ്റത്തുള്ളൂ. വിനീത് കുറച്ചു നേരം കഴിഞ്ഞപ്പം
മറ്റേ പാനലിന്റെ ഒരു മുണ്ടെല്ലാം മടക്കി മറ്റേ ഇത് തോർത്തെല്ലാം ഇട്ടിട്ട് ബാ എന്ന് പറഞ്ഞ് റെഡി എന്ന് പറഞ്ഞ് പോയപ്പം ബാക്കിയുള്ള സെറ്റ് എല്ലാം കൂടെ ചാർജ് ആയി. ഇപ്പൊ പറഞ്ഞില്ലേ ഫ്രണ്ട്സിന്റെ അപ്പൊ അവിടെ എന്റെ ഒരു ദിവസം അല്ലെങ്കിൽ അടുത്ത ദിവസം പോയ അത്രയും കോസ്റ്റ് ആവും. അങ്ങനെ എല്ലാം നോക്കുന്ന ഒരാളാ മൊത്തത്തില്. അപ്പൊ എനിക്ക് അന്ന് രാത്രി ഇത് വിനീത് അല്ലാതെ ആരെങ്കിലും ഇത് ഇറങ്ങി ഇങ്ങനെ ചെയ്യുവോ എന്നൊരു തോന്നൽ എനിക്ക് ആയിപ്പോയി. കാരണം ജൂനിയർ ആർട്ടിസ്റ്റും അത്രയ്ക്ക് ഒരു ക്രൗഡ് സീക്വൻസ് ആണ്. അതെ. അല്ലെങ്കിൽ ആ മഴയത്ത് വേണ്ടി നിർത്തിവെക്കാം. ഞാൻ ആ മഴ കണ്ട് ആരെയും ഷൂട്ട് ചെയ്യാൻ തോന്നത്തില്ല. കാരണം കാലെല്ലാം നമ്മൾ വെച്ചാൽ തന്നെ അത് കുഴിഞ്ഞു പോകും, അത്രയ്ക്കും മഴയായിരുന്നു. അത് മഴയത്ത് ഷൂട്ട് ചെയ്യേണ്ട സീനല്ല. അപ്പോൾ അതങ്ങനെ അപ്പോൾ ലൈറ്റ് അപ്പ് തീർന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വിഷ്ണുനോട് ചോദിച്ചു, വിഷ്ണുനാണ് സിനിമാറ്റോഗ്രാഫർ, വിഷ്ണു ലൈറ്റ് പ്രശ്നം വരുമെന്ന് ചോദിച്ചു. അത് നമുക്ക് നോക്കാം ഇനിയാട്ടാ. വിഷ്ണു അങ്ങനെയാണ്, വിഷ്ണു ആദ്യം അങ്ങ് തീരുമാനിക്കും, എന്നിട്ട് ഇങ്ങനെ പോയി. അപ്പോൾ ചില ഏരിയ അവന് ലൈറ്റ് ഫില്ലിംഗ് ഇല്ല. അപ്പോൾ ഒരു ഭയങ്കര ഫെസ്റ്റീവ് ടൈമിലല്ലേ വരുന്നത്, അപ്പോൾ കുറച്ച് കമ്പിത്തിരി കത്തിച്ച് വെക്കാം, അത് സോഴ്സ് ആയിക്കോളും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ആ സ്പോട്ടിൽ എന്താണ് പറ്റുക അങ്ങനെ തിങ്ക് ചെയ്യുക എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് അപ്പൊ തന്നെ എല്ലാരും ഇറങ്ങി. ആർട്ടുകാര് 2 പയ്യന്മാരുണ്ട്, അമരു, സുബിൻ. അപ്പോൾ സുബിനെ ഇത് തോരണം വലിച്ചു കിട്ട്, കാരണം ഇവന്മാര് ഇത് വലിച്ചു കിട്ടുന്നു. അപ്പോഴേക്കും ആൾക്കാർക്ക് തോന്നി ഓ ഷൂട്ട് നടക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ കൂടുതൽ ആൾക്കാർ സെറ്റിനകത്തേക്ക് വന്നു. അങ്ങനെ അതങ്ങ് ചെയ്തു നമ്മള്. അവിടെ ടൈമിന് 9:30ക്ക് 9:25 സാർ തീർത്തു. ഡബിൾ ബാറ്റ് ആക്കിയില്ല. അല്ല, അത് എല്ലാരും നമ്മുടെ കൂടെ അങ്ങനെ നിൽക്കുന്നുണ്ടാ. പിന്നെ ഇൻഡോർ ഒക്കെ ലീക്ക് ചെയ്യാൻ തുടങ്ങി. അപ്പം നമുക്ക് പെട്ടെന്ന് ഒരു ഐഡിയ തോന്നിയില്ല. പിന്നെ ഈ ലീക്കോട് കൂടിയിട്ട് ഷൂട്ട് ചെയ്യാം. അതായത് ഈ സീനിൽ ബിൽഡിംഗ് ഒക്കെ ചോർന്ന് വലിക്കുന്ന പോലെ മഴ പെയ്യുന്നുണ്ട്. ആ രീതിയിൽ അപ്പം തന്നെ ഡയലോഗ്സ് മാറ്റി വൈജി സാറിനെ വിളിച്ചു. വൈജി സാറിൻ്റെ അടുത്ത് സാർ ഇങ്ങനെ ഇംപ്രൂവൈസ് ചെയ്തിട്ടുണ്ട്. പുള്ളി അത് വീണ്ടും ഇംപ്രൂവൈസ് ചെയ്തു. പഴയ മദ്രാസ് അല്ലേ, ടക്കേന്ന് പറഞ്ഞിട്ട് ഫുള്ളിയും അത് ചെയ്തു. ഭയങ്കര രസമായിട്ട് ആ സീൻ നമ്മൾ പ്രതീക്ഷേനേക്കാളും അപ്പുറത്തേക്ക് വന്നിട്ടുണ്ട്. അതാണ് ആ സീൻ വലുതായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്, ഗുണം കിട്ടിയിട്ടുണ്ടാവുമല്ലോ. അതിന് മാറ്റമൊന്നുമില്ല. പല ആളുകളുടെ ജീവിതമായിരിക്കുമല്ലോ ഇത്. എനിക്ക് തോന്നുന്നു പല ആളുകളുടെ ജീവിതം. ഇപ്പം ഞാൻ ചെയ്യുന്ന അച്ഛൻ്റെ ജീവിതമായിരിക്കാം, അപ്പു ചെയ്യുന്ന ലാലേട്ടൻ്റെ ജീവിതമായിരിക്കാം, നിവിൻ ചെയ്യുന്ന മറ്റൊരാളുടെ ജീവിതമായിരിക്കാം, അജു ചെയ്യുന്ന, അങ്ങനെ പല ആളുടെ ജീവിതം ഉണ്ടാകും ഇതിനകത്ത് എന്ന് നമുക്ക് തോന്നുവാണ് കേട്ടോ. തോന്നുകയാണ്, എനിക്ക് തോന്നുകയാണ് അങ്ങനെ ജീവിതം ഉണ്ടാവുമല്ലോ. ആ ജീവിത കഥകളെല്ലാം പഠിക്കണം. അല്ല, ഒരു സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ പഠിക്കേണ്ടതായി വരും. അച്ഛനിൽ നിന്നും കിട്ടിയിരിക്കുന്ന ഈ സിനിമയുടെ കഥ പറയുമ്പോൾ അച്ഛൻ പറഞ്ഞു തന്നെ എന്തെങ്കിലും ഇതും കൂടെ ചേർത്താൽ കൊള്ളാമായിരുന്നു, ശ്രീനിവാസൻ ചേട്ടൻ എന്തെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ടോ കഥ പറയുമ്പോൾ? ഇല്ല, അച്ഛൻ്റെ അടുത്ത് ഞാൻ ഇത് സ്ക്രിപ്റ്റ് ആയതിനു ശേഷം ഫസ്റ്റ് ഹാഫ് ചെന്ന് പറഞ്ഞു അച്ഛൻ്റെ അടുത്ത്. ഫസ്റ്റ് ഹാഫ് ഇങ്ങനെ കേട്ടിട്ട് അച്ഛന് നല്ല ഇഷ്ടമായി. എന്നോട് പറഞ്ഞു ഇതിൽ ഇമോഷൻസും ഉണ്ട്, ഹ്യൂമറും ഉണ്ട്, കൊള്ളാം എന്ന് പറഞ്ഞു. അല്ലാതെ ഞാൻ പോയിട്ട് റെഫറൻസ് ഒന്നും ചോദിച്ചിട്ടില്ല. ഞാൻ എടുത്ത റെഫറൻസ് എന്തൊക്കെയാന്നുള്ളത് ഞാൻ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ ഓവർ ദി ഇയേഴ്സ് നമ്മൾ കേട്ടിട്ടുള്ള പല കഥകളും ഉണ്ടല്ലോ, ഇതൊക്കെ അതൊക്കെ തന്നെയായിരുന്നു എൻ്റെ റെഫറൻസ്. അപ്പോൾ പിന്നെ ചില സിനിമകൾ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. ആ അച്ഛൻ എഴുതിയിട്ടുള്ള ചില സിനിമകളുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഇതൊന്നും എനിക്ക് ഇൻസ്പിറേഷൻ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ചിരിച്ചിട്ട് പറഞ്ഞു നീ അത് പറഞ്ഞിട്ടില്ലെങ്കിൽ എനിക്ക് ഒരിക്കലും മനസ്സിലാവില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു. ലാലേട്ടൻ്റെ അടുത്ത് ഇതിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. ലാലേട്ടൻ എന്താ പറഞ്ഞു? പോസിറ്റീവായിട്ടാ. അല്ല, അങ്ങനെയല്ലോ. ഇപ്പോൾ അച്ഛൻ പറഞ്ഞ പോലെ എന്തെങ്കിലുമൊക്കെ അതിനകത്ത് ചില സംശയങ്ങൾ ചോദിച്ചു. അപ്പോൾ ഞാനത് ക്ലിയർ ചെയ്തു, അങ്ങനെയൊക്കെ. അപ്പോൾ ഇഷ്ടപ്പെട്ടു എന്നാണ് എനിക്ക് തോന്നിയത്. നിങ്ങളൊന്ന് ഒത്തുകൂടിയ സമയത്തായിരിക്കും എനിക്ക് തോന്നുന്നു അല്ലേ? പിന്നെ പ്രിയനങ്ങൾ കേട്ടപ്പോൾ പ്രിയനങ്ങൾ ലാലങ്കിളിനെ വിളിച്ചിട്ട് പറഞ്ഞു പ്രിയനങ്ങൾ നല്ല ഇഷ്ടമായി എന്ന് പറഞ്ഞു. അതിനുശേഷം കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു, പ്രിയം പറഞ്ഞു കേട്ടിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. ഞാൻ ഒരുപാട് പേരുടെ അടുത്ത് നറേറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം എനിക്ക് മൊത്തം പറയാത്ത വിനീതിന്റെ അടുത്ത്, അല്ല സോറി ധ്യാന്റെ അടുത്ത്, അച്ഛൻ്റെ അടുത്ത് സെക്കൻഡ് ഹാഫ് പറഞ്ഞിട്ടില്ല, ധ്യാന്റെ അടുത്തും സെക്കൻഡ് ഹാഫ് പറഞ്ഞു. ധ്യാന്റെ അടുത്ത് ഫസ്റ്റ് ഹാഫ് മൊത്തം പറഞ്ഞായിരുന്നു. ഫസ്റ്റ് ഹാഫ് മൊത്തം പറഞ്ഞു. ധ്യാനെ അപ്പോഴാണ് കിട്ടിയത് എനിക്ക്. അത് വെച്ചായിരിക്കും ധ്യാനം എല്ലാ സ്ഥലത്തും പറഞ്ഞാണ് ഈ കഥയെന്ന് എനിക്ക് തോന്നുന്നത്. ഫസ്റ്റ് ഹാഫ് മാത്രമേ അറിയാവുള്ളൂ ധ്യാനം, സെക്കൻഡ് ഹാഫ് വേറെ കഥയാണ്, വേറെ ഇതിലെ കഥയില്ല എനിക്ക് തോന്നുള്ളൂ. അപ്പം അമ്മയ്ക്കും അറിയാമല്ലോ, അമ്മയ്ക്കും ജീവിതം കുറേ യാത്ര ചെയ്താലോ, അമ്മയ്ക്കും ഈ കഥകൾ കേൾക്കുമ്പോൾ കുറേ കാര്യങ്ങൾ അമ്മയ്ക്കും പറഞ്ഞു തരാനുണ്ടായിരുന്നു. അമ്മയോട് വല്ലതും പറഞ്ഞിരുന്നു? അമ്മയുടെ അടുത്ത് ഞാനൊന്നും പറഞ്ഞിട്ടില്ല. അമ്മയുടെ അടുത്ത് സിനിമാക്കാരെ ഞാൻ പറയാറില്ല. അങ്ങനെ അമ്മയുടെ അടുത്ത് സിനിമ ഡിസ്കഷനേ ഉണ്ടാവാറില്ല. എൻ്റെ അറിവിൽ അച്ഛനും ലാലേട്ടനും ഈ സിനിമയിൽ അഭിനയിക്കേണ്ടതായിരുന്നു എന്നായിരുന്നു എൻ്റെ അറിവ് ആദ്യമേ. അത് ഞാനൊരു അച്ഛൻ്റെ ഇൻ്റർവ്യൂ എടുക്കുമ്പോൾ അച്ഛൻ എൻ്റെ ഇൻ്റർവ്യൂവിൽ പറയുന്നു ഞാൻ അഭിനയിക്കാൻ പോവാണ്. എൻ്റെ ഇൻ്റർവ്യൂവിൽ പറഞ്ഞൊരു കാര്യം കേട്ടോ. ഞാൻ ലാസ്റ്റ് അടുത്ത് ഇതിനെക്കുറിച്ച് ആലോചിച്ചും എനിക്ക് അതിനകത്തില്ല, അച്ഛനെന്തോ അസുഖത്തിൻ്റെ ഒരു പ്രശ്നമുണ്ടല്ലോ,
അപ്പോൾ അതില്ല എന്ന് ഞാൻ മനസ്സിലാക്കി ആ ഇൻ്റർവ്യൂവിൽ നിന്നും ഞാൻ ആ ഭാഗം അടർത്തി മാറ്റി എടുക്കുകയായത്, കൊടുത്തില്ല. പക്ഷെ പിന്നീട് അത് പ്രശ്നമല്ല. അങ്ങനെ എന്തെങ്കിലും പ്ലാനിങ് ഉണ്ടായിരുന്നു? ലാലേട്ടനും അച്ഛനും അഭിനയിക്കാൻ എന്തെങ്കിലും പ്ലാനിങ് ഉണ്ടായിരുന്നു ഈ സിനിമയിൽ? അല്ല, കുറച്ച് വർഷം മുമ്പൊക്കെ ഞാൻ അങ്ങനെ ആലോചിച്ചിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഇത് ഒരു പക്ഷേ ഒരു 4-5 വർഷം മുമ്പ് നടക്കുകയായിരുന്നെങ്കിൽ അതൊക്കെ നടന്നേനെ. പക്ഷേ ഇപ്പോൾ അങ്ങനെ അല്ലാത്തത് കൊണ്ട് ഇപ്പോൾ ധ്യാനാണെങ്കിലും അപ്പൂനാണെങ്കിലും നമുക്ക് വേറൊരു രീതിയിൽ അവരെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി. തീർച്ചയായിട്ടും. മറ്റ് ടെൻഷൻസ് ഒന്നും ഇല്ലാണ്ട് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റി. ഇപ്പോൾ മൂന്നാറൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛനെ നമ്മൾ പോകുമ്പോൾ നമുക്കതൊരു ഭയങ്കര ടെൻഷനായിരിക്കും. ആ ഒരു അച്ഛൻ്റെ ഹോസ്പിറ്റൽസ് ഒന്നും അടുത്തില്ലാത്ത ഒരു സിറ്റുവേഷനൊക്കെ വന്നേനെ. ഇത് നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഭയങ്കര കോൺസെൻട്രേറ്റ് ചെയ്ത് നമുക്ക് ഷൂട്ട് ചെയ്യാനും പറ്റി. ഇപ്പം ഇത് ഇവരുടെ സിനിമയായിട്ട് തന്നെ നമുക്ക് പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തിക്കാനും പറ്റുന്നുണ്ട്. തീർച്ചയായിട്ടും. ഞാനിത് അച്ഛൻ്റെ ഒരു ഇൻ്റർവ്യൂ എടുത്തപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞുകൊണ്ടാണ് ഞാനത് ചോദിച്ചത് കേട്ടോ. അങ്ങനെ ഒരു സാധനം അച്ഛൻ ഭയങ്കരമായിട്ട് ആവേശമായിരുന്നു. പക്ഷെ അപ്പോൾ അച്ഛന് വയ്യാതെ ഹോസ്പിറ്റലാവുകയൊക്കെ ചെയ്തുകൊണ്ടാണ് അതിൽ നിന്നും മാറിയെന്ന് എനിക്ക് തോന്നിയത്. അച്ഛൻ ഇപ്പോൾ ഈ പറഞ്ഞല്ലോ, മൂന്നാർ പോയി ഇങ്ങനെ ഒരു ഹോസ്പിറ്റലിൽ അച്ഛന് വേണ്ട ഒരു ഹോസ്പിറ്റൽ ഉണ്ടാവില്ല. ആ ഒരു ടെൻഷനൊക്കെ വിനീതന് ശരിക്കും അല്ലേ? അല്ല, നമ്മൾ അത് ആലോചിക്കണമല്ലോ. പിന്നെ നമ്മളടുത്ത് ഡോക്ടേഴ്സും പറഞ്ഞിട്ടുണ്ടായിരുന്നു, വലിയ സ്ട്രെയിൻ ഉണ്ടാക്കുന്ന ഔട്ട് ഓഫ് സിറ്റി പോയിട്ടുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യാതിരിക്കുന്നതാണ് നല്ലതെന്നൊക്കെ പറഞ്ഞിരുന്നു. അല്ലെങ്കിൽ എന്തോരം യാത്രയുണ്ട്. കുറച്ച് ദിവസമാണെങ്കിൽ കുഴപ്പമില്ല. ഒരുപാട് ദിവസം ആ സ്ട്രെയിൻ എടുക്കേണ്ടി വരുമ്പോൾ ഇപ്പോൾ ഈവൻ കുറുക്കൻ്റെ ഷൂട്ട് കഴിഞ്ഞിട്ടാണെങ്കിലും സ്ട്രെയിൻ ഉണ്ടായിരുന്നു. പിന്നെ തീർച്ചയായിട്ടും നമ്മൾ അവിടെ വന്ന് ലൊക്കേഷൻ കാണുന്നതല്ലായിരുന്നു. അപ്പോൾ അത് എല്ലാം അത് മാറി അച്ഛനെയും ലാലേട്ടനെയും ഒരുപോലെ തന്നെ നിങ്ങൾ 2 മക്കളിലൂടെ നിങ്ങൾക്ക് തരാൻ കഴിഞ്ഞല്ലോ. അതും വലിയ കാര്യമാണല്ലോ അല്ലേ? അതും വലിയ കാര്യമായിട്ട് നമ്മൾ കാണുന്നു കേട്ടോ. എല്ലാ സിനിമയ്ക്കും ഒരു ഡെസ്റ്റിനി ഉണ്ട്. തീർച്ചയായിട്ടും. സിനിമയുടെ വഴി നമുക്ക് കാണിച്ചു തരും. നമ്മൾ പ്ലാൻ ചെയ്യുന്നതിനേക്കാളും ഭംഗിയായിട്ട് ഈ സിനിമ നടന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തും എല്ലാം നമുക്ക് ഫേവറബിൾ ആയിട്ട് വരും. പല സമയത്ത് ഷൂട്ട് ചെയ്യുമ്പോൾ അപ്പോൾ ചില സമയത്തൊക്കെ ഞാൻ ആലോചിക്കുകയും ചെയ്തിട്ടുണ്ട്, ഇവർ രണ്ടുപേരും അല്ലായിരുന്നെങ്കിൽ നമ്മൾ ഷൂട്ട് ചെയ്ത പേസിൽ നമ്മൾ ഷൂട്ട് ചെയ്ത ഇത്രയും ആക്ടേഴ്സിനെ വെച്ചിട്ട് ഇത് സംഘടിപ്പിക്കുക എന്ന് പറയുന്നത് ചിലപ്പോൾ മാസങ്ങളെടുത്തേനെ. അപ്പോൾ ഇതൊന്നും ഇല്ലാതെ നമ്മൾ ആഗ്രഹിച്ച സമയത്ത് നമുക്കത് റിലീസ് ചെയ്യാനും പറ്റുന്നുണ്ട്. അത് തീർച്ചയായിട്ടും. നമ്മൾ ഇത്രയും പെട്ടെന്ന് റിലീസ് വരും, നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്താണ് റിലീസ് വരുന്നത്. നമ്മൾ ഈ സമയം നമ്മൾ പറഞ്ഞിട്ടും കൂടെ ഇല്ലായിരുന്നു നേരത്തെ നമ്മൾ ഷൂട്ടിംഗ് സമയത്ത്. ഞാൻ അടുത്ത് പറഞ്ഞില്ല, വിനീത് മാത്രം ഡിസ്കസ് ചെയ്തു. ഇത് നമുക്ക് ഒരു വിഷു ഫെസ്റ്റിവൽ, ഈദ് വിഷു, കാരണം 2 ഫെസ്റ്റിവൽ ഒരുമിച്ചാണ്. അതെ. അപ്പം ഈദും വിഷുവിനും നമുക്ക് ഒരുമിച്ച് ചെയ്യാൻ പറ്റുന്ന ഈ വർഷം മാത്രമേ കാണത്തുള്ളൂ. അതെ, അതൊരു ഭയങ്കര റെയർ സീസണാണ്. തീർച്ചയായിട്ടും. അപ്പം എല്ലാവരും ഇറങ്ങുന്ന ഒരു ടൈമായിരിക്കും. അപ്പൊ എന്റെ ആഗ്രഹം ഇങ്ങനെ പറഞ്ഞു. അപ്പൊ എനിക്ക് നമുക്ക് അങ്ങനെയാണെങ്കിൽ പ്രോപ്പർ പ്ലാനോടെ ഷൂട്ടിംഗ് ഇറങ്ങിയാൽ ഇതൊക്കെ നടക്കത്തുള്ളൂ. ഒരു ഡിസംബർ ടൈമിൽ ഷൂട്ട് തീരണം. അപ്പൊ അന്നോട്ടേ നമ്മളിത് ഒരു ഏപ്രിൽ മെയ്യിൽ നമ്മൾ പ്ലാൻ ചെയ്തിരുന്നു ഇങ്ങനെ. അപ്പൊ അങ്ങനെ ചെയ്തുകൊണ്ട് ഇപ്പൊ നമ്മൾ മിക്സിങ് കഴിഞ്ഞു, സെൻസർ കഴിഞ്ഞു, ഇപ്പൊ നമ്മളിവിടെ ഇരിക്കുന്നു, നമ്മൾ സ്വസ്ഥമായിട്ടിരിക്കുന്നു. റിലീസ് ചെയ്താൽ മതി. ഒരുപാട് ആൾക്കാർ ഇപ്പൊ ഡബിങ്ങിന്റെ ടൈമിലാണെങ്കിൽ പോലും ഇപ്പൊ നിവിനോട് ഞാൻ പറഞ്ഞു, നിവിനെ ചെന്നൈയിൽ വന്ന് ഡബ് ചെയ്യാൻ പറ്റുമോ? കാരണം നിന്റെ പോർഷൻസ് കൊച്ചിയിൽ കൊണ്ടുവന്ന് പുറത്തേക്ക് അധികം ആരും കാണണ്ട. ഇവിടെയാണെങ്കിൽ ഞാനും നീ മാത്രമേ ഉണ്ടാവുള്ളൂ. നിന്റെ പോർഷൻസിൽ അധികം ആക്ടേഴ്സ് ഇല്ല. അതായത് നമ്മൾ പുറത്ത് വിടണ്ടെന്ന് വിചാരിക്കുന്ന ചില സീനിൽ അധികം ആക്ടേഴ്സ് ഇല്ല. അവരെല്ലാവരെയും ഞാൻ മദ്രാസിൽ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഇവിടുന്ന് അതങ്ങ് തീർത്ത് കഴിഞ്ഞാൽ പിന്നെ പുറത്തേക്ക് ഈ സീനുകൾ പോവില്ല, ആരും കാണൂല. അപ്പം നിവിൻ ചെന്നൈയിലേക്ക് വന്നു, ചെന്നൈയിൽ വന്ന് ഡബ് ചെയ്തു. അപ്പം അങ്ങനെ നീരജ് മദ്രാസിലുള്ള സമയത്ത് നീരജിൻ്റെ പോർഷൻ. അപ്പോൾ നമുക്ക് ഒരു അനോണിമിറ്റി കീപ്പ് ചെയ്യാൻ പറ്റി. പല സ്ഥലത്തും നമ്മൾ ആഗ്രഹിച്ച സാധനങ്ങൾ മാത്രമേ പുറത്തേക്ക് പോയിട്ടുള്ളൂ, മറ്റാളുകൾ കണ്ടിട്ടുള്ളൂ. പ്രണവിൻ്റെ അടുത്ത് ഈ കഥ പറഞ്ഞപ്പോൾ എന്താണ് പറഞ്ഞത്? ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ ഉടനെ എന്നോട് ചോദിച്ചു എപ്പോഴാണ് ഞാൻ പ്രിപ്പറേഷൻസ് തുടങ്ങേണ്ടതെന്ന് ചോദിച്ചു. ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോൾ തന്നെ സ്പോണ്ടേനിയസ് ആയിട്ട് കമ്മിറ്റ് ചെയ്ത പോലെയായിരുന്നു. സെക്കൻഡ് ഹാഫ് കഴിഞ്ഞിട്ട് പിന്നെ അപ്പൂനെ ഒരു എക്സ്പ്രഷനാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇങ്ങനൊരു സാധനമുണ്ട്, വേറെ പറയുന്നൊന്നുമില്ല, പറച്ചിലൊന്നുമില്ല. ഈ അപ്പു അഭിനയിക്കുന്ന സമയത്ത് എപ്പോഴെങ്കിലും ഇപ്പം ഞാൻ നേരത്തെ എനിക്ക് ലാലേട്ടന് പല സ്ഥലത്തായിട്ട് തോന്നുന്നു, അങ്ങനെ ഡയറക്ടർ എന്ന നിലയിലേക്ക് തോന്നിയിരുന്നു? അതവൻ്റെ ബോഡിയിലുണ്ട്. അപ്പോൾ ഇതുവരെയുള്ള സിനിമയിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഇമിറ്റേഷൻ വരരുത് എന്ന് വിചാരിച്ചിട്ട് അത് വരാതെ പിടിക്കുമായിരുന്നു. അത് ഭയങ്കര ലൂസായിട്ട് അവൻ്റെ ബോഡി മൂവ് ചെയ്യുന്നത്. പക്ഷെ എവിടെയെങ്കിലും അതുപോലെ ഉണ്ടെന്ന് ആൾക്കാർ പറയണ്ടെന്ന് വെച്ചിട്ട് അത് പിടിച്ചു വെക്കുമായിരുന്നു. പക്ഷേ ഈ ക്യാരക്ടർ ഇപ്പോൾ ഇതിൽ അപ്പു ചെയ്തിട്ടുള്ള ക്യാരക്ടർ അത്രയും ലൂസായിട്ടുള്ളൊരു ക്യാരക്ടറാണ്. അപ്പോൾ ഇതിങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ.
ഇത് ലൂസായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. എസ്പെഷ്യലി ഇതിൻ്റെ ഒരു ഏർലി സ്റ്റേജൊക്കെ ഉള്ള പോർഷൻസ് ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അവനങ്ങനെ ചെയ്തേ പറ്റൂ, അങ്ങനെ അങ്ങ് ചെയ്തതാ. അതങ്ങനെ നടക്കുള്ളൂ. അതങ്ങനെ പക്ഷെ അത് ഇത്ര നാളും പിടിച്ചു വെച്ചത് ഈ സിനിമയ്ക്ക് വേണ്ടിയായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷേ അവനെ മാത്രം അറിയുന്ന ആ ക്ലോസ്ഡ് സ്പേസിൽ അവൻ്റെ ബിഹേവിയറും അവൻ്റെ ബോഡി ലാംഗ്വേജ് ഒക്കെ ഇങ്ങനെയാണ്. നമ്മൾ പുറമേ കാണുന്ന ഭയങ്കര സൈലൻ്റ് ആയിട്ടുള്ള അപ്പു അല്ലാത്തൊരു അപ്പു ഉണ്ട്. ഭയങ്കര എന്താ പറയുക, ഭയങ്കര ഒരു സൗഹൃദ സദസ്സിൽ ഇങ്ങനെ ഫ്രീ ആയിട്ട് ഇടപെടുന്ന ഒരു അപ്പുണ്ട്. അത് ഞാൻ ഹൃദയം ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ പുതിയൊരു ലോകം എന്ന് പറഞ്ഞ പാട്ടൊക്കെ എടുക്കുന്ന സമയത്താണ് ചില സാധനങ്ങൾ ഇങ്ങനെ ഭയങ്കര ഫ്രീ ആയിരിക്കുമ്പോൾ എന്നോട് പറഞ്ഞപ്പോൾ ഇത് അത് തന്നെയാണല്ലോ എനിക്കിങ്ങനെ തോന്നിയ. അതാണ് ഞാൻ ധൈര്യത്തിൽ എഴുതിയത് ഇതില്. കാരണം അപ്പു ഇത് ചെയ്യുമെന്ന് എനിക്കറിയാം. ഉറപ്പായിരുന്നു. അതെ. അല്ല, വേറെ ആളെ നോക്കേണ്ട കാര്യമില്ല, നമുക്കറിയാം അല്ലേ. ഇതേപോലെയായിരുന്നു മലർവാടി ചെയ്യുമ്പോൾ നിവിൻ പ്രകാശനായിട്ടാണല്ലോ നിവിനെ ഓഡിഷൻ ചെയ്തത്. വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവൻ പ്രകാശനേ അല്ല, ഇവൻ ആക്ച്വലി ഫുൾ തമാശയൊക്കെ അടിച്ച് നടക്കുന്ന ഒരാളാണ്. അതാണ് തട്ടത്തിൽ വന്നപ്പോൾ നമ്മളൊരാളെ വേറെ രീതിയിൽ ഡിസ്കവർ ചെയ്യാണല്ലോ. അതെ 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 അതെ. ഈ ഷാറുഖ്മാനെ പിടിച്ച് അഭിനയിപ്പിച്ചല്ലോ, അതും ഇത് തന്നെയാണ് റീസൺ. എനിക്ക് മാത്രം അറിയാവുന്ന ഒരു ഷാനുണ്ട്, നമുക്ക് മാത്രം അറിയാവുന്ന. അതെ, ആ ഒരു വേഷവും കൊടുത്തു അല്ലേ. അത് അവൻ ഇളകി ചെയ്യാൻ പറ്റുന്ന എനിക്കൊരു ഇളകി ചെയ്തിട്ടുണ്ടല്ലേ. ഇളകി ചെയ്തിട്ടുണ്ട്, ഇളക്കിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഇല്ല, അവൻ ഇളകി ചെയ്തിട്ടുണ്ട്. അതല്ലേ. അപ്പൊ അങ്ങനെ അദ്ദേഹത്തെയും കൊണ്ട് ഇവിടെ അഭിനയം നടനാക്കി മാറ്റിയിരിക്കുകയാണ്. അവൻ നടനാണ്. അവൻ അങ്ങനെ അവന് എന്താ പറയാ, എന്തായാലും പടം ഇറങ്ങട്ടെ. ഞാൻ കൂടുതൽ പറഞ്ഞിട്ട് എനിക്ക് പേടിയാണ് എന്തെങ്കിലും പറഞ്ഞു. അപ്പം വേണ്ട ഒരു സാധനം ഉണ്ട് അവിടെ. ഷാൻ റഹ്മാൻ വേണ്ട ഒരു സാധനം ചെയ്തിട്ടുണ്ടെന്നുള്ള ഉറപ്പാണ്. അതാണല്ലോ പറഞ്ഞു വന്നപ്പോൾ എനിക്ക് പേടിയാന്ന് പറഞ്ഞപ്പോൾ തന്നെ നല്ലൊരു സാധനം കൊടുത്തിട്ടുണ്ട്. ഓവർ ഹൈപ്പ് ചെയ്യണ്ട. അല്ല, ഒരിക്കലുമല്ല. നമ്മൾ ഹൈപ്പ് ചെയ്യുന്നില്ല. അവിടെ ഈ സിനിമ ഒരു സാധാരണ സിനിമയാണ്. പഴയകാല കഥകളൊക്കെ കോർത്തിണക്കിയ സാധാ സിനിമ. ഇത് നമ്മൾ സംസാരിക്കാൻ വേണ്ടി മാത്രം സംസാരിക്കും. ഒരു ഹൈപ്പും ഇല്ല കേട്ടോ. നിങ്ങൾ പോയി കണ്ടാൽ മാത്രം മതി അല്ലേ. ഇതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റില്ല. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഹാപ്പി അല്ലേ ഇപ്പം? വളരെ ഹാപ്പിയാണ്. ഇനി അടുത്ത പടം ഇവിടെ തന്നെയല്ലേ ചെയ്യുള്ളൂ? വേറെ ആരും കൂടി കഥയായിട്ട് വരണ്ടല്ലോ? ഇപ്പൊ ഒരു കൊല്ലത്തേക്കും കൂടെ ഇവിടെ തന്നെ ആയിരിക്കും. അടുത്ത ഇവിടെ തന്നെയല്ലേ ഉള്ളൂ? ഞാൻ ഭയങ്കര കംഫർട്ട് സോണിൽ. പിന്നെ അങ്ങനെയുള്ള സ്ഥലത്തല്ലേ നമുക്ക് സിനിമ ഉണ്ടാവുള്ളൂ. ഇപ്പൊ നമ്മൾ ഓൾമോസ്റ്റ് 2 പടം ചെയ്തു. ഇപ്പൊ ആദ്യത്തെ പടം ചെയ്തപ്പോൾ നമ്മൾ ഫ്രണ്ട്സ് ആയിരുന്നു അതിന് മുമ്പ്. ഇപ്പൊ വർക്കിംഗ് പാറ്റേൺ അറിയത്തില്ലായിരുന്നു. അപ്പൊ ഈ കോവിഡ് വന്നതിന്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ കുറച്ചും കൂടെ ബോണ്ടിങ് ആയി. സിനിമയ്ക്കകത്ത് ഓക്കെ വിനീതിന്റെ വേ ഓഫ് പാറ്റേൺ അല്ലെങ്കിൽ എന്റെ എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം മൊത്തത്തില്. ഇപ്പൊ രണ്ടാമത്തെ പടം വന്നപ്പോൾ കുറച്ചും കൂടെ ഈസി ആയി. ഇപ്പത്തെ സ്റ്റേജിൽ എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് ഇവ ആലോചിക്കണമെന്ന് പോലും നമുക്കറിയാം. വിനീത് എങ്ങനെ എന്നെ വീഴ്ത്താന്ന് എനിക്ക് പറയണ മുമ്പ് എനിക്കറിയാം എന്താ ആലോചിക്കും പറയാൻ പോണേന്ന്. അതുകൊണ്ട് വീണേക്കാം. അതിന് അല്ല, ഞാൻ എന്റെ എന്തെങ്കിലും പറയാൻ വരുമ്പം വീഴ്ത്താൻ പോണ സെക്കൻഡ് ഹാഫ് ഞങ്ങൾ മൂന്നാർ ഷൂട്ട് ചെയ്യാൻ പോയപ്പോൾ അപ്പൊ ഞാൻ പറഞ്ഞു ഫസ്റ്റ് ഹാഫില് വിശാഖിന്റെ കയ്യിൽ നിന്നുള്ള പൈസ മുഴുവൻ ഇറങ്ങി എല്ലാം തീർന്നു, കാരണം പീരിയഡ് ആണല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു സെക്കൻഡ് ഹാഫ് നീ പേടിക്കണ്ട, ഞാൻ കുറച്ച് തരാം, അത് ഞാൻ പിടിക്കാൻ നോക്കാം. പക്ഷെ ഇത് നമ്മൾ മൂന്നാർ എത്തിക്കഴിഞ്ഞിട്ട് സീൻ ഇങ്ങനെ വായിക്കുമ്പോൾ ആ ഷൂട്ട് ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് ഇരുന്നിട്ടാണ് വായിക്കണ്ടത്. അപ്പോൾ ഞാനിങ്ങനെ നിമിഷേട്ടാ ഇവിടെ ഇങ്ങനെ ഒരു സാധനം വന്നാൽ നന്നായിരിക്കൂലേ? വളരെ നന്നായിരിക്കും വിനീത്, ഇവിടെ ഇങ്ങനെ ഒരു സാധനം. അങ്ങനെ പറഞ്ഞ് അരമണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും അതൊരു എന്താ പറയുക, ഒരു ശില്പിയുടെ ശില്പം പോലെയായി ആ സ്ഥലം. അപ്പോൾ എന്നോട് നിമിഷേട്ടൻ ചോദിച്ചു വിശാഖ് സമ്മതിക്കോ? ഞാനൊന്ന് വിളിക്കട്ടെ അതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്നോടൊന്നും തോന്നരുത്, സിനിമ നന്നായിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് കാര്യങ്ങൾ ഞാൻ ആ ഡയറക്ടറോട് പറഞ്ഞിട്ടുണ്ട്. അവിടുന്ന് ഉടനെ അയ്യോ സിനിമ നന്നാവും, എല്ലാം കലയ്ക്ക് വേണ്ടിയാണ്. അതിലൊക്കെ ഫലം കാണും. ഇപ്പം സിനിമകൾ പ്രേക്ഷകരെ ഏറ്റെടുക്കുന്ന സമയം അല്ലേ? എല്ലാ സിനിമകളും ഹൗസ്ഫുള്ളായിട്ട് ഇപ്പോഴും ഓടുന്നു. ഇപ്പം നോക്കിയാൽ ലാസ്റ്റ് മന്ത് മലയാള സിനിമയിൽ ഏറ്റവും വലിയൊരു ടൈമാണ്. ഒരു ഫെബ്രുവരി മാസം അടുപ്പിച്ചൊരു 3 പടങ്ങൾ ഹിറ്റായ ചരിത്രമില്ല മൊത്തത്തിൽ. തീർച്ചയായിട്ടും. അതും 4ാമത്തെ പടം ഇന്നലെ റിലീസ് ചെയ്തു, അതും ഹിറ്റ്. അതിനിടയിൽ വന്ന കുഞ്ഞു കുഞ്ഞു പടങ്ങളും അതും നല്ല പടങ്ങളാണ്, നല്ല പടങ്ങളാണ് കളക്ട് ചെയ്യുന്നുണ്ട്. ഇത്രയും സിനിമകള് ഇവിടെ കേരളത്തിൽ മാത്രമല്ല ഓടിയിരിക്കുന്നത്, ചെന്നൈയിൽ ഓടിയിട്ടുണ്ട്, ബാംഗ്ലൂർ, എല്ലായിടത്തും ഓടി. അപ്പം മുമ്പെല്ലാം നമുക്ക് ഒരു സിനിമയുടെ ഡേറ്റ് കിട്ടണമെങ്കിൽ അങ്ങോട്ട് വിളിക്കണമായിരുന്നു. ഇപ്പൊ ചെന്നൈ ഇപ്പൊ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അവിടെ നിന്നല്ല ഇപ്പൊ ഇങ്ങോട്ട് വിളിക്കുക, നമ്മുടെ പടം. അതെ അതെ അതെ, ആ ലെവലിലേക്ക് നമ്മുടെ മലയാള സിനിമ എത്തിയെന്നുള്ളതാണ്. ഭയങ്കര മാറ്റമാണ് ഇതൊക്കെ, ശരിക്കും ഭയങ്കര മാറ്റമാണ് അത്. ആ മലയാള സിനിമ അങ്ങനെ എത്തിയിട്ടുണ്ട്. നമുക്കൊരു അത് ആക്ച്വലി പ്രൗഡ് മൊമെന്റ്. ഓക്കെ വിളിക്കുമ്പോൾ ഇന്ന ബാനറാണല്ലേ നമ്മൾ വിളിച്ചത്, ഓക്കെ മലയാളം ഫിലിംസ് ഇപ്പൊ ആ ലീഗിലെത്തി. അത് ഒരു കോൾ വരുമ്പോൾ നമ്മൾ പ്രൗഡ്. അത് ഈ 4 പടങ്ങൾ ഇപ്പൊ കണ്ടിന്യൂസ് വന്നതിന്റെ ഒരു എഫക്റ്റും കൂടെയാണ്.
അതിൻ്റെ ഇടയിൽ നമ്മുടെ പടം വരുന്നു, അടുത്ത നമ്മുടെ പടം വരുന്നു, ഒരുമിച്ച് 2 പടങ്ങൾ വരുന്നു, ആവേശം വരുന്നു, ജയഗണേഷ് വരുന്നു, എല്ലാം കൂട്ടുകാരുടെ പടം. എല്ലാ പടവും ഓടണമെന്നാണ് നമുക്കൊക്കെ ആഗ്രഹം. എല്ലാ പടവും ഓടണം. ഞാൻ ജയഗണേഷിന്റെയും ഭാഗമാണ്, ഞാൻ അതിൽ പാടിയിട്ടുണ്ട്. അതിലും ഉണ്ട്, ഇതിലും ഉണ്ട്. പക്ഷെ നമുക്ക് എല്ലാ സിനിമയും വിജയിക്കണം. മലയാള സിനിമയുടെ ഒരു തിരിച്ചുവരവ്. എനിക്ക് തോന്നുന്നു കോവിഡ് കഴിഞ്ഞിട്ട് പ്രേക്ഷകരെ തിയേറ്ററിലേക്ക് എത്തിക്കാൻ പറ്റിയ 2-3 സിനിമകൾ ഉണ്ടായിരുന്ന സിനിമയിലെ ഭാഗമാണ് നിങ്ങൾ. അപ്പോൾ അത് നമ്മുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും പോവില്ലല്ലോ. ആ ചങ്കൂറ്റത്തോടി സിനിമ ഇറക്കാനും അല്ലേ, ആദ്യം കുറിപ്പിറങ്ങി, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഹൃദയമായിട്ട് വരുന്നു. അപ്പോൾ ആ സിനിമ പ്രേക്ഷകർ ഏറ്റെടുത്തിന് നിങ്ങളെ ഏറ്റെടുക്കാൻ തയ്യാറാണ്. മലയാള സിനിമ ഏറ്റെടുക്കാൻ പ്രേക്ഷകർ തയ്യാറായ തെളിവാണ് ഈ 2 മാസക്കാലമായിട്ട് നമ്മൾ കാണുന്നത്. അതുപോലെ ഈ സിനിമയും സൂപ്പർ ഹിറ്റ് ആകട്ടെ. ഒന്നും പറയാനില്ല. ഈ സിനിമയുടെ ഹിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വീണ്ടും ഒന്നും കൂടി ഇരിക്കണം, അപ്പോഴേ കഥ പറയാൻ പറ്റുള്ളൂ. എൻ്റെ 100-ാം ദിവസം ആഘോഷിക്കണം. ഇതിൻ്റെ ഗൾഫ് റിലീസിനെ കുറിച്ചൊന്ന് പറഞ്ഞേക്കും. ഗൾഫ് റിലീസ് ആരാണെന്നൊന്ന് പറഞ്ഞേക്കും. ഗൾഫിൽ ഫാർസ് ഫിലിംസ് ആണ് ഇത് എത്തിക്കുന്നത്. ഫാർസ് തന്നെയാണ് വിശാഖിൻ്റെ ഹൃദയവും, അല്ല വിശാഖിൻ്റെ അല്ല, നമ്മുടെ ഹൃദയവും ചെയ്തത്. അപ്പോൾ അവർ തന്നെയാണ് വേൾഡ് വൈഡ് ഡിസ്ട്രിബ്യൂഷനും എടുത്ത് മറ്റ് സ്ഥലങ്ങളിലേക്ക് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഒരു ഹാപ്പി ആവുന്ന ഒരു സിനിമ ആവട്ടെ, ഇത് നമ്മുടെ ആഗ്രഹം അതാണ്. തീർച്ചയായിട്ടും എല്ലാവരും നല്ല മനസ്സ് നിറയെ ചിന്തിച്ചും ചിരിച്ചും ഇറങ്ങിപ്പോകാൻ പറ്റിയ ഒരു സിനിമ ആകട്ടെ അല്ലേ. താങ്ക് യു വെരി മച്ച്. ഒരു 2 ലൈൻ പാട്ട് പാടിയാൽ സന്തോഷമാണെന്ന് എനിക്ക് എല്ലാം വേണ്ടാന്നേ പറയില്ല. എനിക്ക് സന്തോഷമാണെന്നുള്ളില്ല, ഞാൻ നിർബന്ധിക്കാൻ ഒന്നിനുമില്ല. എന്തെങ്കിലും നിർബന്ധിച്ച് ചെയ്തു വരാം. ഒന്നും നിർബന്ധിച്ചില്ലോ, 2 പാട്ടില്ലല്ലോ, മിമിക്രി ആയാലോടെ. അപ്പോൾ ഒത്തിരി സന്തോഷം. താങ്ക് യു. എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക. മറന്നു പോലെ എല്ലാ സിനിമയും വിജയിക്കുന്ന പോലെ ഈ സിനിമയും വിജയിക്കുന്ന നിലയിലേക്ക് തന്നെ എടുത്തു വെച്ചിരിക്കുന്ന സിനിമയാണ്. നമുക്ക് പഴയ ലാലേട്ടനെയും പഴയ ശ്രീനിവാസൻ ചേട്ടനെയൊക്കെ കാണാൻ നമുക്ക് ആവേശത്തോടുകൂടി പോകാൻ പറ്റും എന്ന് ഞാൻ പറയുന്നു. ഇവർ പറഞ്ഞതല്ല, അങ്ങനെയല്ല ഞാൻ പറഞ്ഞു, ഇവർ പറഞ്ഞതല്ല. ഞാൻ വീണ്ടും പറയുന്നു, ഞാൻ എൻ്റെ ഒരു കണക്കൂട്ടിൽ അങ്ങനെ പറയുന്നുള്ളൂ. അപ്പോൾ സൂപ്പർ ഹിറ്റ് ആകട്ടെ. താങ്ക് യു.